അനുഗ്രഹകരമാകുവാനുള്ള ഒരുക്കങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളൊക്കെ. ഇന്നും നാളെയും ആ ഒരുക്കം തുടരുകയാണ്. അത് നമ്മുടെ അനുഗ്രഹകരമായ വിജയകരമായ വചനപ്പെരുന്നാളാണ്. പെന്തക്കോസ്ത് പെരുന്നാൾ വരെയും നമ്മളെ ആനയിക്കേണ്ടെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. പരിശുദ്ധ കന്യമറിയാമാണ് വിജയകരമായി വചനപ്പെരുന്നാളിന് ശേഷം 33 കൊല്ലത്തിന് ശേഷം പെന്തക്കോസ്ത് പെരുന്നാളിൽ 120 വരെ ആത്മാവിൽ നിറയ്ക്കുവാൻ സഹായിച്ചത്. നമ്മൾ ഈ ധ്യാന മന്ദിരത്തിൽ വരുന്നവരെയും പെന്തക്കോസ്ത് പെരുന്നാളിൽ പരിശുദ്ധാത്മാവിൽ അവരെ നിറയ്ക്കാനുള്ള ഒരുക്കങ്ങളാണ് നടക്കുന്നത് എന്നുള്ള ബോധത്തോടുകൂടെ നമ്മൾ ഇന്നത്തെ ധ്യാനത്തിനായിട്ട് ഒരുങ്ങുകയാണ്. ഇന്നത്തെ വിശുദ്ധ കുർബാന അനുഭവത്തിന് മുമ്പ്, കുർബാനയ്ക്ക് മുമ്പായി എന്തെങ്കിലും ഭാവങ്ങൾ ഏറ്റുപറയാനുണ്ടെങ്കിൽ ഏറ്റുപറയാനുള്ള ഒരു ഒരുക്കമാണ് ഇപ്പോൾ നടത്തുന്നത്. ആർക്കെങ്കിലും കുമ്പസാരിക്കാനുണ്ടെങ്കിൽ കുമ്പസാരിക്കാനായിട്ട് ഒരു അവസരം കൂടെ തരുന്നുണ്ട്. അങ്ങനെ സത്യകുമ്പസാരത്തോടുകൂടെ, സത്യ അനുതാപത്തോടുകൂടെ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഉള്ളിൽ മാംസം ധരിക്കണം. നമ്മുടെ ഉള്ളിൽ യേശുവുണ്ടെന്ന് ശത്രുക്കൾ പോലും പറയണം. ഈ ലാഭത്തോടുകൂടെ ഇന്നത്തെ വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പുള്ള പാപമോചന പ്രാർത്ഥനയ്ക്ക് ഒരുങ്ങുവാൻ ഉള്ള ചില കാര്യങ്ങളുണ്ട് ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ധ്യാനത്തിലെ അതിപ്രധാനമായ ഒരു നാഴികയാണ് പാപമോചന പ്രാർത്ഥനയുടെ സമയം. ആത്മാവിൻ്റെ മുഴുവൻ പാപങ്ങളും നമ്മൾ കുമ്പസാരത്തിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാൻ തയ്യാറെടുക്കണം. ഒരു പാപം പോലും മറച്ചു വയ്ക്കരുത്. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വെക്കുന്ന പരിശുദ്ധാത്മാവാണ് ഈ നല്ല ശുശ്രൂഷിക്കാൻ നമ്മൾ ഒരുക്കുന്നത്. നമ്മൾ ഗർഭത്തിലായിരുന്ന കാലം മുതൽ നമ്മൾ കയറിയ പാപങ്ങളുണ്ട്. ഇപ്പം മദ്യപാനിയായ ഒരു ഭർത്താവ് മദ്യപിച്ചിട്ട് വിവാഹബന്ധത്തിലേർപ്പെട്ട് ഒരു കുഞ്ഞുണ്ടായാൽ ആ കുഞ്ഞിൽ ഗർഭത്തിൽ വെച്ച് തന്നെ വിശാൽ കയറും, മുറിവും ചതവും ഉണ്ടാകും. ആ കുഞ്ഞിന് ദുസ്വഭാവങ്ങൾ ധാരാളം കാണും, പിശാച് അലട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെയുള്ള മാതാപിതാക്കൾ അവർക്ക് ജനിച്ച ശിശുക്കളെ വിശുദ്ധ കുർബാന ഒരച്ഛൻ ചൊല്ലുന്ന പോലെയാണ് വിവാഹബന്ധത്തിൽ ഏർപ്പെടേണ്ടത്. രാമപ്രാർത്ഥനകൾ ചൊല്ലി, വേദോത്സവം വായിച്ച്, പ്രാർത്ഥിച്ച്, ഒരുങ്ങി, മുട്ടയിൽ നിന്ന് അഭിഷേകം ചൊല്ലിപ്പിച്ച് ഒരു പുരോഹിതൻ എങ്ങനെയൊക്കെ കുർബാന ചെല്ലുന്നത് അതുപോലെയാണ് ഒരു ഭർത്താവ് ഭാര്യയോടൊത്ത് ഒരു കുഞ്ഞിനെ ജനിപ്പിക്കുന്നത്. അത് ദൈവം നേരിട്ട് ചെയ്യേണ്ട ഒരു കാര്യം ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് മാതാപിതാക്കളെ ഏൽപ്പിച്ചതാണ്. ആ ഉത്തരവാദിത്വത്തോടെ അത് ചെയ്യണം. ഒരു കുഞ്ഞുണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ ഉണ്ടാകും. പക്ഷേ ഒരു കുഞ്ഞുണ്ടാകുവാൻ മാതാപിതാക്കളെ ദൈവം ആ ചുമതല ഏൽപ്പിച്ച വളരെ ശ്രദ്ധയോടെ ദൈവസ്നേഹം, ദൈവത്തിൻ്റെ വലിയ കരുതലോടുകൂടി തൻ്റെ കൂട്ടുവേലക്കാരായി മാതാപിതാക്കളെ ആ ധർമ്മം ഏൽപ്പിച്ചതാണ്. അങ്ങനെയാണോ കുഞ്ഞുങ്ങളുണ്ടായെന്ന് മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. അതിലുണ്ടായ അശ്രദ്ധകൾ അവരെ ഓർപ്പിക്കാൻ വേണ്ടിയാണ് തീരാത്ത വ്യാധികളും തീരാത്ത ദുസ്വഭാവങ്ങളും തീരാത്ത ഭൂതബാധയുമായി മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ കൊണ്ട് നടക്കേണ്ടി വന്നത് ഒരു ശിക്ഷയാണ്. അതേറ്റു പറയണം, കർത്താവേ, ഞാൻ വേണ്ട ഒരുക്കത്തോടെ അല്ല, ഒരു പ്രീമാരിറ്റൽ കൗൺസിലിങ് നടത്തി വിവാഹ ശുശ്രൂഷയ്ക്ക് തന്നെ ഒരുങ്ങണം. വിവാഹത്തിന് മുമ്പ് തന്നെ ധ്യാനിച്ച് പ്രാർത്ഥിച്ച് ഒരുങ്ങി അങ്ങനെയാണ് വിവാഹം നടക്കേണ്ടതെന്നുള്ള പല കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇതിലെല്ലാം നമുക്ക് കുറവുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഭാര്യാഭർത്താക്കന്മാരുടെ അശുദ്ധി, ബന്ധനങ്ങൾ, ക്ഷമിക്കപ്പെടാത്ത പാപങ്ങൾ കുഞ്ഞുങ്ങളെ നല്ലവണ്ണം ബാധിക്കും. അതെല്ലാം ഏറ്റു പറഞ്ഞാൽ മാത്രമേ കർത്താവിന് അവരെ രക്ഷിച്ച് ആശ്വസിപ്പിക്കാൻ ഒക്കൂ എന്നുള്ള കാര്യം ഓർപ്പിച്ചുകൊണ്ട് ഇപ്പോൾ സമൂഹമായി നമ്മളൊരു കുമ്പസാരം നടത്തുകയാണ്. ഒറ്റയ്ക്ക് കുമ്പസാരിപ്പിക്കാൻ നേരമില്ല. അതുകൊണ്ട് ഈ വന്നിരിക്കുന്ന എല്ലാവർക്കും ഒത്തൊരുമിച്ച് ദൈവസന്നിധിയിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അവസാനം തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് മോചന പ്രാർത്ഥന നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒരു പരസ്യമായ, രഹസ്യമായ, സംയുക്തമായ കുമ്പസാരത്തിന് സഹായകരമായ സ്വയപരിശോധനയ്ക്ക് പറ്റിയ ചില കാര്യങ്ങൾ നിങ്ങളെ ഓർപ്പിക്കുന്നു. പാവങ്ങളെല്ലാം ദൈവകൽപ്പനയുടെ അടിസ്ഥാനത്തിൽ ക്രമമായി ഓർക്കണം. ഒരു പേപ്പറിൽ ഓർക്കുന്ന പാവങ്ങളെല്ലാം എഴുതി ഒരുങ്ങുമ്പോൾ വിട്ടുപോയ ഏതെങ്കിലും പാവങ്ങളുണ്ടോ എന്ന് പരിശോധിക്കുവാൻ സാധിക്കും. കുമ്പസാര വേദിയിൽ ഏറ്റു പറഞ്ഞതിന് ശേഷം തിരിച്ചു പോരുമ്പോൾ ആ കടലാസ് കീറി അവിടെയുള്ള ബക്കറ്റിൽ അല്ലെങ്കിൽ ഏതെങ്കിലും വേസ്റ്റ് പേപ്പർ ബാസ്കറ്റിലിട്ട് വേറെ ആരും അത് കാണാനിടയാകരുത്
നമ്മൾ കുമ്പസാരിച്ച് മോചിക്കപ്പെട്ട പാപത്തിൻ്റെ കാര്യം നമ്മളും ഓർക്കണ്ട, ആരും ഓർക്കണ്ട, ആരും അറിയണ്ട. ദൈവം ക്ഷമിച്ച പാപം പിന്നെ ദൈവം ഓർക്കുകയില്ല. പക്ഷെ പിശാച് നമ്മളെ വീണ്ടും ഓർപ്പിക്കും, നമ്മൾ വീണ്ടും പരീക്ഷിക്കും, അവൻ വീണ്ടും നമ്മളെ പറയുക. അപ്പോൾ അവനെ ആട്ടി ഓടിക്കണം. ഞാൻ പാപിയാണെങ്കിലും എൻ്റെ പാപത്തിന് വേണ്ടി യേശു മരിച്ചു. എൻ്റെ പാപം യേശുവിൻ്റെ ആക്കിയിട്ടാണ് അവൻ കാൽവറിയിൽ മരിച്ചത്. എങ്ങനെ ക്ഷമിച്ചും പാപം മറിച്ചു, പാപത്തെ ചവിട്ടി മെതിക്കാൻ എൻ്റെ കാലുകളെ ബലപ്പെടുത്തി ഞാൻ യേശുവിനോടൊത്ത് നടക്കുകയാണെന്ന് പറഞ്ഞ് പാപം ജയിപ്പിക്കാൻ വരുന്ന പിശാചിനെ ശാസിച്ച് ആട്ടി ഓടിച്ച് അവനോട് എതിർത്ത് നിൽക്കണമെന്നാണ് യാക്കോബിൻ ലേഖനം പറയുന്നത്. അപ്പോസ്തല പ്രവൃത്തി 3:19 അതിനാൽ നിങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയാൻ പശ്ചാത്തപിച്ച ദൈവത്തിലേക്ക് തിരുവീരെന്നാണ് പെന്തിക്കോസ്തേ പെരുന്നാളിന് ശേഷം അപ്പോസ്തലന്മാർ കേൾവിക്കാർക്ക് കൊടുത്ത സന്ദേശം. മേലിൽ പാപം ചെയ്യുകയില്ലെന്ന് പ്രതിജ്ഞയെടുക്കണം. പാപത്തെക്കുറിച്ച് ഗൗരവം വേണം. പാപ സാഹചര്യത്തെക്കുറിച്ച് വിലയിരുത്തണം. ഇനി വേണ്ട എന്ന തീരുമാനം പ്രധാനപ്പെട്ടതാണ്. ഇനിയും ഇതുവരെ ഞാൻ ചെയ്ത ഒരു പാവം ഞാൻ ആവർത്തിക്കുകയില്ല. യേശു എന്നിൽ ജീവിക്കണം. ഇനിയും ആ പാപ സാഹചര്യങ്ങൾ വരുമ്പോൾ ഞാൻ ചത്തോലിരിക്കും. പാപത്തിന് മരിച്ച് നീതിക്ക് ജീവിക്കുമെന്ന് തീരുമാനിക്കണം. ചെയ്തു പോയ മാരകമായ എല്ലാ പാവങ്ങൾക്കും പരിഹാരം തരുവാൻ ദൈവം കരുണയുള്ളവനാണ്, സ്നേഹമുള്ളവനാണ്. ദൈവത്തിന് പാപത്തോട് മാത്രമേ വെറുപ്പുള്ളൂ, പാപിയോട് സ്നേഹമാണ്. പാപിയെ സ്നേഹിച്ച് പാപമോചനം കൊടുത്ത് വീണ്ടെടുക്കുവാൻ പിതാവായ ദൈവം ഒരു മോനെ ഉണ്ടായിരുന്നത്. ആ മോനെ പാപമാക്കാനായിട്ട് വിട്ടു തന്നു. നമ്മൾ പാപം എല്ലായിടത്തും യേശുവിൻ്റെ മേൽ വെച്ചിട്ട് അവൻ ആ ശിക്ഷ ഏറ്റു. ഇനിയും നമ്മൾ പാപം ചെയ്യുന്നതിന് യാതൊരു ന്യായവുമില്ല എന്നുള്ള കാര്യം അറിയിക്കണം. കഴിഞ്ഞ കുമ്പസാരത്തിൽ ഏറ്റു പറഞ്ഞതും ഇന്ന് വരെ ചെയ്തിട്ടുള്ളതുമായ എല്ലാ പാവങ്ങളും ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് അത് നമ്മിൽ നിന്ന് ദൈവം ക്ഷമിച്ചു എന്നുള്ള ആത്മാർത്ഥമായ ബോധ്യം നമുക്ക് വരുത്തണം. അല്ലെ വീണ്ടും വീണ്ടും നമ്മളെ മനസ്സാക്ഷി കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഏറ്റുപറഞ്ഞോ ഇല്ലയോ എന്ന സംശയമുണ്ടെങ്കിൽ സംശയം തീർക്കാൻ വേണ്ടി ഒന്നുകൂടി ഏറ്റുപറയാം. അങ്ങനെ സമാധാനത്തിലാവുക. യഥാർത്ഥമായ അനുതാപത്തോട് മുൻപ് ഏറ്റുപറഞ്ഞ് കുമ്പസാരത്തിലുള്ള ഒരു പാപവും ഈ കുമ്പസാരത്തിൽ ഏറ്റുപറയേണ്ട ആവശ്യമില്ല. അത് ക്ഷമിക്കപ്പെട്ടു കഴിഞ്ഞു. കുമ്പസാര വേദിയിൽ വരുമ്പോൾ പാപമോചനത്തോടൊപ്പം പാപത്തിൽ വീണ്ടും വീഴാതിരിക്കാനുള്ള കരുണ കൂടി ദൈവം അനുവദിക്കുന്നുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുക, ദൈവത്തിന് നന്ദി പറയുക. വൈദ്യം കൽപ്പിക്കുന്ന പ്രായശ്ചിത്തം ഉടനെ തന്നെ നിറവേറ്റി തുടങ്ങണം. ഉടനെ ചെയ്യാവുന്ന ഉടനെ ചെയ്യണം. അന്ന് തന്നെ വീട്ടിൽ പോയി ചെയ്യാവുന്ന കാര്യങ്ങൾ വീട്ടിൽ ചെയ്യണം. ആരോടും ക്ഷമ ചോദിക്കാനാണെങ്കിൽ ഫോണിൽ കൂടിയോ കത്തിൽ കൂടിയോ ഏതെങ്കിലും മാധ്യമങ്ങളിലൂടെ അത് അവരോട് ചെയ്യണം. ദൂരെയാണെങ്കിൽ അങ്ങനെ അവരോട് ക്ഷമ ചോദിക്കാം. മരിച്ചുപോയവരാണെങ്കിൽ അവരുടെ ആത്മാക്കൾ നമ്മുടെ അടുത്ത് വരും. നമ്മുടെ ആരാധനകളിൽ ആ ആത്മാക്കളോട് പറഞ്ഞാൽ അവരെന്ന് അവരെ അറിയിക്കും. ഇങ്ങനെയെല്ലാം നമുക്ക് പ്രായശ്ചിത്തങ്ങൾ ചെയ്യാൻ സാധിക്കും. കുമ്പസാരം കഴിഞ്ഞ ഉടനെ തന്നെ അടുത്തുള്ള ചാപ്പലിൽ അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥനാവേദിയിൽ പ്രായശ്ചിത്തം നിറവേറ്റിയിട്ട് അടുത്ത ശുശ്രൂഷയ്ക്ക് പോയാൽ മതി എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. കുമ്പസാരത്തിനുള്ള ആത്മശോധന എങ്ങനെയാണ് നടത്തുന്നത്? പാപങ്ങളെല്ലാം ശ്രമമായി ഓർക്കുന്നത്, പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിക്കുന്നത്, മേലിൽ പാപം ചെയ്യുകയില്ലെന്ന് പ്രതിജ്ഞ ചെയ്യുന്നത്, ചെയ്തു പോയതായ മാരക പാപങ്ങളെല്ലാം വൈദ്യനെ അറിയിക്കുന്നത്, ആ പാപത്തിൻ്റെ ഫലമായുണ്ടായ ബന്ധനം ഒഴിയാൻ വേണ്ടിയാണ്. എല്ലാ പാപവും നമുക്ക് ബന്ധനം ഉണ്ടാക്കും. കുമ്പസാരിക്കണമെന്ന് ഓർക്കുമ്പോൾ തന്നെ, പറയുമ്പോൾ തന്നെ നമ്മുടെ മരിച്ച പ്രാണനെ ഉയർത്തി നിർത്തുന്നുണ്ട്. ഞാൻ കുമ്പസാരിക്കാനാണ് വന്നിരിക്കുന്നതെന്ന് വിചാരിക്കുമ്പോൾ തന്നെ കർത്താവ് പാപം ക്ഷമിക്കുന്നുണ്ട്, മരിച്ച വശം ഉയർത്തുന്നുമുണ്ട്. പക്ഷെ കെട്ട് അവിടെ ഇരിക്കും. കെട്ട് പുരോഹിതനിൽ കൂടെ മാത്രമേ കർത്താവ് അഴിക്കൂ എന്നുള്ള കാര്യം ലാസറിനെ ഉയർപ്പിച്ച സംഭവത്തിൽ കർത്താവ് തെളിയിച്ചിട്ടുണ്ട്. കീഞ്ഞനാരി ലാസറിനെ കർത്താവിൻ്റെ ശബ്ദം ഉപയോഗിച്ച് ഉയർപ്പിച്ചു. എങ്കിലും കെട്ടഴിച്ചത് ശിഷ്യന്മാരാണ്. ആ ശിഷ്യന്മാരുടെ സ്ഥാനത്താണ് ബാവാ തിരുമേനിയും തിരുമേനിമാരും പുരോഹിതന്മാരും അഭിഷേകം ചെയ്യപ്പെട്ടിരിക്കുന്നത്. അവരിലൂടെയാണ് മോചനവും വിടുതലും ലഭിക്കുന്നുള്ള കാര്യം ഓർമ്മിക്കുന്നു. വൈദ്യം കൽപ്പിക്കുന്ന പ്രായശ്ചിത്തം നിറവേറ്റുന്നത് മറക്കാതിരിക്കുക. നല്ല കുമ്പസാരത്തിന് മുമ്പ് കാവൽ മാലാഹയോട് മധ്യസ്ഥ പ്രാർത്ഥന നടത്തണം. നമ്മളിപ്പോൾ അതിനെ കാവൽ മാലാഹയോട് പ്രത്യേകം കാവൽ മാലാഹയ്ക്ക് വേണ്ടി നമ്മൾ ദൈവത്തിന് നന്ദി പറയണം. മാമോദീസ കേൾക്കുന്ന അന്ന് മുതൽ നമ്മളെ കാവൽ ചെയ്ത് സ്വർഗത്തിലെത്തിക്കാൻ ഒരു മാലാഹയെ നമുക്ക് ദൈവം തരുന്നുണ്ട്. പക്ഷെ നമ്മുടെ മാലാഹ എത്ര നാളെ ദുഃഖിക്കാൻ തുടങ്ങിയിട്ട് ഇങ്ങനൊരു മാലാഹ കൂടെയുള്ള കാര്യം അറിയാതെ
ആളിനെ അവഗണിച്ചതിൻ്റെ വേദന സ്വർഗത്തിൽ വരെ എത്തും. അതുകൊണ്ട് കാവൽ മാലാഹയെ ഒരിക്കലും ദുഃഖിപ്പിക്കരുത്. കാവൽ മാലാഹയോടൊത്ത് പ്രാർത്ഥിക്കുകയും ധർമ്മങ്ങൾ നിർവഹിക്കുകയും ചെയ്യണം. അതുകൊണ്ട് ഏറ്റവും അധികം സന്തോഷിക്കുന്നത് കാവൽ മാലാഹയാണ്, ഏറ്റവും അധികം ദുഃഖിക്കുന്നതും കാവൽ മാലാഹയാണ്. നമ്മൾ പാവം ചെയ്യുമ്പോൾ മാറിയിരുന്ന് സങ്കടത്തോടെ കരയുക, ദൈവമേ ഇയാളിനെ കൊണ്ട് എങ്ങനെ സ്വർഗത്തിൽ പോകാനുള്ളൂ, സ്വർഗത്തിലെ അപ്പച്ചൻ എന്നെ ഇയാളെ ഏൽപ്പിക്കുക, ഇവളെ ഏൽപ്പിക്കുക, ഇവനെ ഏൽപ്പിക്കുക, ഇതാണ്ട് നടക്കുന്ന നടപ്പ് കണ്ടോ, കിടക്കുന്ന കിടപ്പ് കണ്ടോ, ഞാൻ എന്നാ ചെയ്യുന്നു, എനിക്ക് ഒത്തിരി കരഞ്ഞിട്ടുണ്ട്. നമ്മുടെ കണ്ണുനീര് ഇതുവരെയും തീരാത്തതിൻ്റെ കാര്യം നമ്മൾ കർത്താവിനെയും കാവൽ മാലാഹയെ ഒത്തിരി ദുഃഖിപ്പിച്ചിട്ടുണ്ട്. ഇനി മേലാൽ ഈ കാവൽ മാലാഹയ്ക്ക് നന്ദി പറഞ്ഞ മാലാഹയോട് ഒത്തെല്ലാ കാര്യം ചെയ്യാമെങ്കിൽ നമുക്ക് സ്വർഗത്തിലെത്താൻ സാധിക്കുന്ന കാര്യം ഓർപ്പിക്കുന്നു. ആ മാലാഹയാണ് നമുക്ക് സ്വസ്ഥത നൽകുന്നത്, സമാധാനം നൽകുന്നത്, ശാന്തതയോടെ എല്ലാ കാര്യം കൈകാര്യം ചെയ്യാൻ ശക്തി നൽകുന്നു. നമുക്ക് ഈ പ്രാർത്ഥനയില്ല. എന്നെ കാക്കുന്ന മാലാഹയെ, എന്നെ വിട്ടുപിരിയാത്ത എത്രയും ഉറപ്പുള്ള തുണയെ, ഞാൻ ചെയ്തിരിക്കുന്ന പാപങ്ങളെല്ലാം കണ്ടറിഞ്ഞ് സങ്കടപ്പെടുകയും എൻ്റെ സ്വഭാവ ദൂഷ്യം അറിഞ്ഞിട്ടും എന്നെ കൈവിടാതെ കാത്തു രക്ഷിക്കുകയും ചെയ്തിരുന്നുവല്ലോ. ആയതിനാൽ ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന കുമ്പസാരം കഠിന വിധിക്ക് ഹേതുവാകാതെ എൻ്റെ ആത്മവ്യാധികൾക്ക് ശാന്തതയും എൻ്റെ ദുരിതങ്ങൾക്ക് അടക്കവും ഉണ്ടാക്കും. എനിക്ക് വേണ്ടി അപേക്ഷിച്ചു കൊള്ളണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. കുമ്പസാരത്തിനുള്ളതായ പ്രാർത്ഥന അത് കേട്ടില്ല. സർവശക്തനായ ദൈവത്തോടും നിത്യകന്യയായ പരിശുദ്ധ മറിയത്തോടും പ്രധാന മാലാഖയായ വിശുദ്ധ മീഖായേലിനോടും വിശുദ്ധ സ്നാപക യോഹന്നാനോടും സ്ലീഹന്മാരായ വിശുദ്ധ പത്രോസിനോടും വിശുദ്ധ പൗലോസിനോടും വിശുദ്ധ തോമായോടും സകല വിശുദ്ധരോടും പിതാവേ അങ്ങയോടും ഞാൻ ഏറ്റുപറയുന്നു. വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഞാൻ വളരെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ പിഴ. ആകയാൽ നിത്യ കന്യകയായ പരിശുദ്ധ മറിയത്തോടും പ്രധാന മാലാഖയായ വിശുദ്ധ മീഖായേലിനോടും വിശുദ്ധ സ്നാപക യോഹന്നാനോടും സ്ലീഹന്മാരായ വിശുദ്ധ പത്രോസിനോടും വിശുദ്ധ പൗലോസിനോടും വിശുദ്ധ തോമസിനോടും സകല വിശുദ്ധരോടും പിതാവേ അങ്ങയോടും നമ്മുടെ കർത്താവായ ദൈവത്തോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. പാപം വിശദീകരിച്ച് മനസ്സിലാക്കാൻ വേണ്ടി 10 കൽപ്പനകളുടെ വിശദീകരണങ്ങൾ പുതിയ നിയമ പശ്ചാത്തലത്തിൽ നമ്മൾ വിശദീകരിക്കുകയാണ്. നമുക്ക് 10 കൽപ്പന അറിയാം, പക്ഷെ 10 കൽപ്പന പ്രകാരം പാപമായിത്തീരുന്ന കൊച്ചു കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാറില്ല. അതുകൊണ്ട് 10 പ്രമാണങ്ങൾ, തിരുസഭയുടെ കൽപ്പനകൾ, ഇവ സ്വയപരിശോധനയ്ക്കും കുറ്റബോധത്തിനും നമ്മളെ സഹായകരമാകട്ടെ. ഇത് കുറ്റബോധം വരെ നിരാശപ്പെടുത്താനല്ല, ഈ കുറ്റങ്ങളെല്ലാം പരിഹരിക്കുവാൻ കർത്താവ് കരുണയുള്ളവനാണെന്നുള്ള പ്രത്യാശയോടെയാണ് നമ്മൾ ഈ പരിശോധന നടത്തുന്നത്. ഒന്നാമത്തെ കൽപ്പന, നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. അതിൻ്റെ വിശദീകരണങ്ങൾ പഠിക്കുമ്പോൾ നമുക്കുണ്ടാകാവുന്ന പാവങ്ങളെക്കുറിച്ച് വിശദീകരിച്ച് ഇങ്ങനെയാണ് പറയുന്നത്. അന്യ ദൈവങ്ങളോട് ഉള്ള അടുപ്പം, ആരാധന, മന്ത്രവാദം, വാരഫലം, ശകുനം ഇവയിൽ വിശ്വസിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് 1-ാം കൽപ്പനയ്ക്കെതിരായ പാപമാണ്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ പാപം എനിക്കൊണ്ട് ക്ഷമിക്കണമെന്ന് പറയണം. വിശദീകരണം, തകിട്, ഏലസ്, ഓതിയ ചരട് എന്നിവ ശരീരത്തിൽ ധരിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിപ്പോഴേ തന്നെ പറിച്ചു കളയണം. ഇപ്പം തന്നെ ബാത്റൂമിൽ പോയി അരയിൽ അങ്ങനെ മന്ത്രവാദികൾ കെട്ടിത്തന്ന ചരടുവല്ലോ ഉണ്ടെങ്കിൽ, അങ്ങനെയുള്ള ഏതെങ്കിലും സാധനങ്ങൾ നിങ്ങൾ ധരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ പോയി അത് ആ ബാത്റൂമിൽ പോയി കളഞ്ഞ് കക്കൂസിലിട്ടേച്ച് വരണമെന്ന് കാര്യം ഉറപ്പിക്കുന്നു. അത് 1-ാം കൽപ്പനയ്ക്ക് എതിരാണ്. ജീവിക്കുന്ന ദൈവത്തെ ഉപേക്ഷിച്ച് മന്ത്രവാദികൾ, കണിയാന്മാർ, മുസ്ലിയാരികൾ, തിരുമേനികൾ എന്നിവരുടെ അടുക്കൽ പ്രശ്നപരിഹാരത്തിനായി പോയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞതിന് ഈ മേലാൽ അതില്ല, എനിക്ക് എൻ്റെ ദൈവം മാത്രം മതി എന്ന് പറയാം. കൂടോത്രവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും
സാധനങ്ങൾ വീട്ടിലോ പറമ്പിലോ കുഴിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിനെ നിർവീര്യമാക്കാൻ വേണ്ടി പ്രാർത്ഥിച്ച വെള്ളം അതിൻ്റെ മുകളിൽ കൊണ്ട് ഒഴിച്ച് എനിക്ക് ആ പരിപാടി ഇനി വേണ്ട, ഞാനതിനെ ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. പക്ഷിനോട്ടം, കവടി നിരത്തിൽ മഷിനോട്ടം എന്നിവയിലൂടെ പ്രശ്നം വെച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് ഒന്നാം കൽപ്പനയ്ക്കെതിരാണ്. അത് ദൈവത്തെ ദുഃഖിപ്പിച്ചതാണ്. അത് തലമുറയായി കടന്നു പോകുന്ന ശാപങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ഇടയാക്കും. നമ്മളുടെ തീരാത്ത വ്യാധികളുടെ പുറയിൽ അറിഞ്ഞോ അറിയാതെയോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത മാതാപിതാക്കളുണ്ടാകാം. അവർക്ക് വേണ്ടി നമ്മൾ ക്ഷമ ചോദിക്കാം. കൂടോത്രത്തിന് ആരെങ്കിലും പ്രേരിപ്പിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതും പാപമാണ്. പാപം ചെയ്യുന്നതിനേക്കാൾ വലുതാണ് പ്രേരണ കുറ്റം. പാപം ചെയ്യിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ആരെങ്കിലും ഇന്നടത്ത് പോയി പറ, ഇന്ന കണിയാനോട് പറ, ഇന്നടത്ത് പോയി പറ, ഇന്ന മാമ്പൂരിയോട് പറ, ഇന്നടത്ത് പോകും എന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിൽ, നമ്മളതിന് കൂട്ടുകൂടിയിട്ടുണ്ടെങ്കിൽ അതും ഏറ്റു പറയേണ്ട പാപമാണ്. ബിംബാരാധന നടത്തിയിട്ടുണ്ടോ? അത്യാഗ്രഹങ്ങളെല്ലാം ബിംബങ്ങളാണെന്ന് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തെക്കാൾ അത് എന്തിനെങ്കിലും സ്നേഹിച്ചാൽ, എന്തിനെങ്കിലും ആഗ്രഹിച്ചാൽ അത് ഒന്നാം കൽപ്പനയ്ക്കെതിരാണ്. ദൈവത്തെ മാത്രമേ ആഗ്രഹിക്കാവൂന്ന് 73-ാം സങ്കീർത്തനക്കാരൻ പറയുന്നു. കൈനോട്ടം, ജാതകം, രാഹുകാലം, മുഖലക്ഷണം നോക്കൽ, സ്ഥാനം നോക്കൽ, ചാത്തൻ സേവ, സാത്താൻ ആരാധന എന്നിവ ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിപ്പോൾ തന്നെ ഏറ്റുപറയണം. അത് ദൈവം എന്നോട് ക്ഷമിക്കണം, ഒന്നാം കൽപ്പനയ്ക്ക് എതിരാണെന്നുള്ളത് നമ്മൾ സമ്മതിക്കണം. അന്ധവിശ്വാസങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടോ? ഉദാഹരണത്തിന് പൂച്ച വിലങ്ങനെ ചാടുക, പല്ലി ചലയ്ക്കുക, പല്ലി തലയിൽ വീഴുക, വലതുകാൽ വെച്ച് കയറുക, ഒന്ന് പിഴച്ചാൽ 3 പിഴയ്ക്കും, നിറകുടം, കാലിയുടം, 4ാമത്തെ പെണ്ണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഓരോ കാര്യം പറഞ്ഞ് നമ്മൾ ആരെയെല്ലാം വിഷമിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ മനസ്സിനെ കലക്കിയിട്ടുണ്ട്. അതെല്ലാം ഒന്നാം കൽപ്പനയ്ക്കെതിരാണ്. ദൈവത്തിൽ ആശ്രയിക്കാതെ ദർശനങ്ങളുടെയും ഭാവി പ്രവചിക്കുന്നവരുടെയും വാക്കുകളിൽ ആശ്രയിക്കുകയോ അങ്ങനെ ചെയ്യാൻ പ്രേരണ നൽകുകയോ ചെയ്തിട്ടുണ്ടോ? യെരമ്യാ 23:16, 25:18 വചനപ്രകാരമാണ് ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്. വിശുദ്ധർക്ക് അമിത പ്രാധാന്യം നൽകുകയോ ദൈവത്തെക്കാളധികം അവരെ ഭയപ്പെടുകയോ ചെയ്തിട്ടുണ്ടോ? അവരെപ്പറ്റി അനാദരവോടെ സംസാരിക്കുകയോ ചിന്തിക്കുകയോ ചെയ്തിട്ടുണ്ടോ? നിയമാവർത്തനം അല്ലെങ്കിൽ ആവർത്തന പുസ്തകം 5:6 മുതൽ 11 വരെയുള്ള വാക്യമാണ് ഇതിനാധാരം. ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കണം. വിശുദ്ധന്മാരുടെ കവറുകളിലോ വിശുദ്ധന്മാരുടെ കവറിലേക്കുള്ള യാത്രയ്ക്കോ ദൈവത്തെക്കാളധികം പ്രാധാന്യം കൊടുക്കാൻ പാടില്ല. കൊടുത്താൽ അതും ഒരു വിഗ്രഹാരാധനയുടെ ഭാഗമായി മാറും. ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കും. ദൈവമാണ് വിശുദ്ധരെ വിശുദ്ധീകരിക്കുന്നതും വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തിയതൊക്കെ. ആ ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുത്തിരിക്കണം. അതറിയാതെ പുണ്യസ്ഥലങ്ങൾക്കോ പുണ്യവാളന്മാർക്കോ വിശുദ്ധന്മാർക്കോ അമിത പ്രാധാന്യം കൊടുക്കുന്നതും ഏറ്റുപറയേണ്ട പാപമാണ്. ദൈവപ്രീതിയേക്കാൾ അധികം മനുഷ്യപ്രീതി നേടാൻ ശ്രമിച്ചിട്ടുണ്ടോ? മനുഷ്യനെ പ്രീതിപ്പെടുത്താൻ ദൈവത്തെ മറന്നു പ്രവർത്തിച്ചിട്ടുണ്ടോ? ഗലാത്യർ 1:10, 1 ശമൂവേൽ 15:25. ദൈവത്തിൽ വിശ്വാസമില്ലായ്മ, കൂദാശകളിൽ വിശ്വാസമില്ലായ്മ ഉണ്ടായിട്ടുണ്ടോ? ചില പ്രത്യേക മാസങ്ങളിലും കാലങ്ങൾക്കും പ്രാധാന്യം കൊടുത്തിട്ടുണ്ടോ? ഇത്രയും കാര്യങ്ങൾ 1-ാം കൽപ്പനയ്ക്കെതിരാണ്. അഹങ്കാരം നമുക്കുണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. അധികാരമോഹിയായ ഒരു വ്യക്തിയാണോ നീ? പിടിവാശിയുണ്ടോ? സ്വാർത്ഥതയുള്ള ജീവിതശൈലിയാണോ? ആഡംബരപ്രിയമുണ്ടോ? ധനമോഹമുണ്ടോ? ജോലി അതിനെ ഒരു വിഗ്രഹമാണോ? ഭക്ഷണാസക്തിയുണ്ടോ? സിനിമ, സീരിയൽ, ഫേസ്ബുക്ക് ഭ്രമം ഇവയുണ്ടോ? മദ്യം, കഞ്ചാവ്, മയക്കുമരുന്ന്, പുകവലി, മുറുക്ക്, പൊടിവലി, ചീട്ടുകളി തുടങ്ങിയ ദുശീലങ്ങളുണ്ടോ? മറ്റുള്ളവരെ ദുശീലത്തിലേക്ക് ആകർഷിക്കുകയോ പ്രേരിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടോ? ദൈവത്തിന് നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കുമായി നന്ദി പറയാതിരുന്നിട്ടുണ്ടോ? റോമർ 1:18-32 വരെ, ലൂക്കോസ് 17:11 മുതൽ 19 വരെ, 1 പത്രോസ് 2:9 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ ഈ കാര്യം വെളിപ്പെടുത്തിയിട്ടുണ്ട്. ദൈവം തന്ന കഴിവുകളെ, സിദ്ധികളെ വളർത്തി എടുക്കാതിരുന്നിട്ടുണ്ടോ? അവ ഉപയോഗിക്കാതിരുന്നിട്ടുണ്ടോ? 1 തിമോത്തിയോസ് 1:4 ആ കാര്യം. ആരോടെങ്കിലും പ്രത്യേക മമതയുണ്ടോ? അത് വേറൊരു അസുഖമാണ്. ദൈവത്തെക്കാൾ അധികം ആരെങ്കിലും അമിതമായി സ്നേഹിക്കുക എന്ന് പറയുന്ന ഒരു പാപമാണോ? അതിന് പുറകിൽ പിശാചാണ്. അമിതമായ മമത പിശാചിൻ്റെ ഒളിപ്പിടമാണെന്നാണ് പറയുന്നത്. ഏതെങ്കിലും വ്യക്തികളോടോ ഏതെങ്കിലും സാധനങ്ങളോടോ അമിതമായ ഭ്രമം ഉണ്ടാകുന്നത് ഒരു അസുഖമാണ്. അത് പാപ രോഗമാണ്. അതിൻ്റെ പുറകിൽ തിന്മയുടെ ശക്തികളുണ്ട്.
ദൈവത്തെക്കാൾ ഒന്നാം സ്ഥാനം മറ്റെന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? പണം, വ്യക്തി, പ്രതാപം, വസ്ത്രം, ശരീരം, മന്ത്രം, സൗന്ദര്യം, സൽപ്പേര്, ലഹരി വസ്തുക്കൾ, സുഖസൗകര്യങ്ങൾ, ജോലി, കുടുംബം, അധികാരം, ബഹുമതി, കൂട്ടുകാർ മുതലായവ ദൈവത്തിൻ്റെ സ്ഥാനം പിടിച്ചു പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനോട് യാത്ര പറയണം. ദൈവത്തെ സ്നേഹിക്കാതിരിക്കുന്നത് തന്നെ പാപമാണ്. ദൈവത്തിൻ്റെ തിരുനാമം നാം വൃഥാ ഉപയോഗിക്കരുത്. കൂടെ കൂടെ ആണയിടുന്ന സ്വഭാവമുണ്ടോ? ദൈവത്തെ ശപിച്ചിട്ടുണ്ടോ? കള്ളസത്യം ചെയ്തിട്ടുണ്ടോ? കള്ളക്കേസുകൾ കൊടുത്തിട്ടുണ്ടോ? കള്ളസാക്ഷ്യം പറഞ്ഞിട്ടുണ്ടോ? പോലീസ് സ്റ്റേഷനിൽ, കോടതിയിൽ, അധികാരികളുടെ സമക്ഷം നമ്മൾ കള്ളസാക്ഷ്യം പറഞ്ഞിട്ടുണ്ടോ? നേർച്ചകൾ പൂർത്തിയാക്കാതിരുന്നിട്ടുണ്ടോ? ദൈവത്തെക്കുറിച്ച് അനാദരവോടെ സംസാരിച്ചിട്ടുണ്ടോ? വിശുദ്ധരെയും തിരുവസ്ത്രങ്ങളെയും നിന്ദിച്ചു പറഞ്ഞിട്ടുണ്ടോ? ക്രിസ്തുവിൻ്റെ ദൈവത്വം അംഗീകരിക്കാത്തവരുമായി സഹകരിച്ചിട്ടുണ്ടോ? നമ്മുടെ അനുദിന ജീവിതത്തിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം അതാണ്. കാരണം അന്യദൈവങ്ങളെ ആരാധിക്കുന്ന ഈ രാജ്യത്തിൽ, 30 കോടി ദേവന്മാരെ ആരാധിക്കുന്ന ഈ രാഷ്ട്രത്തിൽ, മതേതര രാഷ്ട്രം എന്ന നിലയിൽ എല്ലാ മതങ്ങളെയും എല്ലാ ദേവന്മാരെയും വാഴ്ത്തിപ്പുഴത്തുന്ന അനേകർ ഈ ഭൂമിയിൽ ഇവിടെ ഉള്ളപ്പോൾ നമ്മൾ അവരോട് ഭക്ഷണം കഴിക്കാനും അവരോട് യാത്ര ചെയ്യാനും അവരുടെ ബിസിനസ് ചെയ്യാനും ഒക്കെ ഇടയാകും. അപ്പോഴൊക്കെ ഈ പേടി വേണം. കർത്താവേ, ഇവരോടുള്ള സഹകരണത്തിൽ എനിക്ക് യാതൊരു അശുദ്ധിയും വരെ നീ എന്നെ പൊതിഞ്ഞു കൊള്ളണം, എന്നെ മറച്ചു കൊള്ളണം, എന്നെ സൂക്ഷിച്ചു കൊള്ളണം എന്ന് യേശുവിൻ്റെ രക്തത്തിൽ ആശ്രയിച്ചില്ലെങ്കിൽ അവിടെ ശാപവും അശുദ്ധിയിലും നമ്മളിലേക്ക് വരാൻ സാധ്യതയുണ്ട്. നമ്മൾ സഞ്ചരിക്കുന്ന ടാക്സി, കാറ്, വാന്, ബസ്, ട്രെയിൻ, വിമാനം മുതലായ എല്ലായിടങ്ങളിലും ദൈവത്തെ നിഷേധിക്കുന്ന പാപികളായിരിക്കുന്ന നമ്മുടെ സ്വന്തം അടുത്ത സീറ്റിൽ തന്നെ യാത്ര ചെയ്യാൻ സാധ്യതയുണ്ട്. നമുക്ക് ഈ പേടിയുണ്ടായിട്ടുണ്ട്. അവിടെ എല്ലാം പ്രാർത്ഥിച്ചില്ലെങ്കിൽ, യേശുവിൻ്റെ രക്തത്തിൽ ആശ്രയിച്ചില്ലെങ്കിൽ അവരുടെ അശുദ്ധിക്ക് നമുക്ക് കൂട്ടാളികളാകും. ആ പേടി നമുക്ക് വേണം. അതിൻ്റെ ഏറ്റു പറയണം. യേശുക്രിസ്തുവിനെ മറ്റുള്ളവരുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്താൻ ലജ്ജിച്ചിട്ടുണ്ടോ? റോമർ 10:9, ലൂക്കോസ് 9:25, 26 വാക്യങ്ങൾ ആ കാര്യമാണ്. യേശുവിൻ്റെ തിരുവചനങ്ങളെ വളച്ചൊടിക്കുന്നവരുമായി സമ്പർക്കം പുലർത്തുകയും അവരുടെ പ്രാർത്ഥനായോഗങ്ങൾ സംബന്ധിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏറ്റു പറയണം. ആരെങ്കിലും ശപിച്ചിട്ടുണ്ടോ? ദൈവമാണ് എൻ്റെ തകർച്ചയുടെ കാരണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ദൈവം ഒരിക്കലും നമ്മളെ തകർക്കുകയല്ല, നമ്മുടെ പാപമാണ് നമ്മളെ തകർക്കുന്നത്. ദൈവം നമുക്ക് കരുണയും ദൈവം തന്ന് നമ്മൾ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. ദൈവത്തെ പഴിച്ചിട്ടുണ്ടോ? എൻ്റെ ദൈവം എന്നോട് ഇനി കടുങ്കൈ ചെയ്തല്ലോ എന്ന് പറഞ്ഞ് ദൈവത്തെ ഒരു ദുഷ്ടനാക്കി നമ്മൾ മാറ്റിയിട്ടുണ്ടോ? വചന ദുരുപയോഗം, വചനത്തെ നിന്ദിക്കൽ, വെറുക്കൽ, സന്ദേശം ദുർവ്യാഖ്യാനം ചെയ്ത് കൂട്ടിക്കളയുക മുതലായവ ചെയ്തിട്ടുണ്ട്. അത് ഏറ്റു പറയേണ്ട പാപമാണ്. വിശുദ്ധ ഗ്രന്ഥം ദിവസവും വായിക്കുകയും പഠിക്കുകയും ചെയ്യാതിരിക്കുന്നുണ്ടോ? വിശുദ്ധ ഗ്രന്ഥം പ്രചരിപ്പിക്കുന്നതിന് നമ്മളാലാവുന്ന വിധത്തിൽ നമ്മൾ സഹകരിച്ചിട്ടുണ്ടോ, പ്രാർത്ഥിച്ചിട്ടുണ്ടോ, പ്രവർത്തിച്ചിട്ടുണ്ടോ? 2 കൊരിന്ത്യർ 9:16, ആവർത്തന പുസ്തകം 6:6-9 വരെയുള്ള കാര്യങ്ങൾ വചനം പഠിക്കുക, പഠിപ്പിക്കുക, ഓർപ്പിക്കുക എന്നതിനു വേണ്ടി പറ്റിയ വിധത്തിൽ നമ്മുടെ വീടും നമ്മുടെ ജീവിതവും നമ്മുടെ സാഹചര്യങ്ങളും ക്രമീകരിക്കണമെന്നാണ് എഴുതിയിരിക്കുന്നത്. നമ്മുടെ വീട്ടിലൊക്കെ വചനം എഴുതി വയ്ക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും കാണത്തോണം. തിരുനാമത്തിൽ കള്ളസത്യം ചെയ്യുകയോ ചെയ്യിപ്പിക്കുകയോ തിരുനാമം ബഹുമാനമില്ലാതെ കൂടെ ഉപയോഗിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏറ്റു പറയണം. പ്രഭാഷകന്റെ പുസ്തകം 29:9-11 വരെ ആ കാര്യത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. നേർച്ചകളെല്ലാം ദൈവമഹത്വത്തിന് ഉള്ളതാണോ? നേർന്ന നേർച്ചകൾ മനഃപൂർവ്വം നിറവേറ്റാതിരുന്നിട്ടുണ്ടോ? എല്ലാറ്റിനും എപ്പോഴും നേർച്ച നേരുന്ന പ്രകൃതി ഉള്ളവരാണോ? അതും നമ്മൾ ശ്രദ്ധിക്കണമെന്നാണ്. പ്രഭാഷകൻ 18:22-21 വരെ, പ്രഭാഷകൻ 21:11-12 വരെ, പുറപ്പാട് 35:21, ആവർത്തനം 23:21 വരെ ഈ വേദഭാഗങ്ങളിലെല്ലാം ഈ കാര്യം ഉറപ്പിച്ചിട്ടുണ്ട്. കള്ളക്കൊമ്പസാരം, വിശുദ്ധ ഗ്രന്ഥത്തെ അവഗണിക്കുക തുടങ്ങിയവ ചെയ്തിട്ടുണ്ടോ? പൊതുയോഗത്തിൽ സംബന്ധിക്കണമെങ്കിൽ കുമ്പസാരിക്കണമെന്നൊരു നിയമം ഏഴവപ്പള്ളിയിലുണ്ട്. പൊതുയോഗത്തിൽ സംബന്ധിക്കാൻ വേണ്ടി ഒരു കള്ളക്കുമ്പസാരം നടത്തി രജിസ്റ്ററിൽ പേര് എഴുതിയിട്ട് പോയി മാന്യമായി
പൊതുയോഗത്തിൽ കൂടി അവിടെ വഴക്കുണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കുന്നത് ഏറ്റുപറയേണ്ട പാപമാണ്. അനർത്ഥമില്ലാത്ത പ്രാർത്ഥന നടത്തിയിട്ടുണ്ടോ? അർത്ഥമില്ലാത്ത പ്രാർത്ഥന നടത്തിയിട്ടുണ്ടോ? വ്യർത്ഥമായ പ്രാർത്ഥന നടത്തിയിട്ടുണ്ടോ? ദൈവികപ്രകാരം അല്ലാത്ത പ്രാർത്ഥന നടത്തിയിട്ടുണ്ട്, വല്ലാത്ത പ്രാർത്ഥന നടത്തിയിട്ടുണ്ട്. അതും ഏറ്റുപറയണം. ദൈവത്തിന് പ്രത്യേകം പ്രതീക്ഷിച്ചിരിക്കുന്നവരുടെ വൈദികർ, കന്യാസ്ത്രീകൾ, പ്രേക്ഷിതർ, വചനപ്രഘോഷകർ ഇവരുടെ സൽപ്പേര് കളങ്കം വരുത്തിയിട്ടുണ്ടോ? അവരെ വിമർശിച്ച് അവരെക്കുറിച്ച് മറ്റുള്ളവർ അവിശ്വാസവും വെറുപ്പും തോന്നുന്ന ആരെക്കുറിച്ചെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏറ്റുപറയേണ്ടതാണ്. അവരെ ഉപദ്രവിക്കുകയോ വേദനിപ്പിക്കുകയോ അപമാനിക്കുകയോ ചെയ്തിട്ടുണ്ടോ? പള്ളിയുമായി കള്ളക്കേസുകൾ, അനാവശ്യ തർക്കങ്ങൾ, പള്ളിയിൽ ഗ്രൂപ്പ് തിരിഞ്ഞുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയവ നടത്തിയിട്ടുണ്ടോ? കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണമെന്ന കൽപ്പനയുടെ വെളിച്ചത്തിൽ നമുക്കുണ്ടാകാവുന്ന കുറ്റങ്ങൾ: ഞായറാഴ്ചകളിലും കടപ്പെട്ട ദിവസങ്ങളിലും ദൈവബലിയിൽ മനഃപൂർവ്വം സംബന്ധിക്കാതിരുന്നോ? ബലിയർപ്പണത്തിന് യോജിക്കാത്ത വസ്ത്രധാരണം, നിൽപ്പ്, പെരുമാറ്റം ഇവ വഴി ആർക്കെങ്കിലും ബലിയർപ്പണത്തിന് തടസ്സം നിന്നിട്ടുണ്ടോ? അന്നേ ദിവസം ജോലി ചെയ്യുകയോ ചെയ്യിപ്പിക്കുകയോ മറ്റുള്ളവർക്ക് വിശുദ്ധ ജനാചരണത്തിന് തടസ്സം വരുത്തുകയോ ചെയ്തിട്ടുണ്ടോ? അന്നേ ദിവസം ദൈവിക കാര്യങ്ങൾക്കായി സമയം മാറ്റിവെക്കുന്നതിന് ഉത്സാഹം കാണിക്കാതിരുന്നോ? സജീവമായും ശ്രദ്ധയോടും കൂടി ദിവ്യബലിയിൽ പങ്കെടുക്കാതിരുന്നിട്ടുണ്ടോ? ആവർത്തന പുസ്തകം 5:12 മുതൽ 15 വരെ, യെശയ്യാ 58:13 മുതൽ 14 വരെ. വിശുദ്ധ കുർബാന അയോഗ്യതയോടെ സ്വീകരിച്ചിട്ടുണ്ടോ? ഞായറാഴ്ചകളിൽ കൂലിവേല ചെയ്യാറുണ്ടോ? ചെയ്യിപ്പിക്കാറുണ്ടോ? സമ്പത്ത്, കഴിവ്, ആരോഗ്യം എന്നിവ തൻ്റെ സാമർഥ്യങ്ങളുണ്ടായതാണ് എന്ന ധാരണയിൽ ദൈവത്തെ നിഷേധിച്ചിട്ടുണ്ടോ? ആവർത്തന പുസ്തകം 8:17 മുതൽ 18 വരെ, യാക്കോബ് 4:11 മുതൽ 14 വരെ. വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരുത്തുകയോ കുടുംബ പ്രാർത്ഥനയിൽ സജീവമായി സംബന്ധിക്കാതിരുന്ന് കുടുംബ പ്രാർത്ഥന നടത്താതെ ഇരുന്നിട്ടുണ്ടോ? ലൂക്കോസ് 21:34-36 വരെ. കൂദാശകൾ ഒരുക്കമില്ലാതെ അയോഗ്യതയോടെ വിശ്വാസമില്ലാതെ സ്വീകരിച്ചിട്ടുണ്ടോ? 1 Corinthians 11:27-32 വരെ. ആണ്ടുകുമ്പസാരം നടത്താതിരുന്നിട്ടുണ്ടോ? പെസഹ കാലത്തെ പരിശുദ്ധ കുർബാന സ്വീകരിക്കാതിരുന്നിട്ടുണ്ടോ? പെസഹ പെരുന്നാളിന് പള്ളിയിൽ പോകാതിരുന്നെങ്കിൽ അത് ഏറ്റുപറയേണ്ട പാപമാണ്. എല്ലാവരും പള്ളിയിൽ പോയി കുർബാന അനുഭവിക്കുന്ന ദിവസമാണെന്നാണ് പറയുന്നത്. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ മാംസവും ലഹരി സാധനങ്ങളും ഉപയോഗിച്ചിട്ടുണ്ടോ? സഭ നിർദ്ദേശിച്ചിരിക്കുന്ന ദിവസങ്ങളിൽ വിലക്കപ്പെട്ട ഭക്ഷണ സാധനങ്ങൾ വഞ്ചിക്കാതിരുന്നിട്ടുണ്ടോ? നോമ്പ് കാലത്ത് വിവാഹം ആഘോഷിക്കുകയോ സഭ മുടക്കിയിരിക്കുന്ന ആളുകളുമായി വിവാഹം നടത്തുകയോ ചെയ്തിട്ടുണ്ടോ? പള്ളിയിൽ വെച്ച് വിവാഹം നടത്താതെ ഭാര്യാഭർത്താക്കന്മാരായി ജീവിച്ചിട്ടുണ്ടോ? ദേവാലയത്തിനും ദൈവ ശുശ്രൂഷയ്ക്കും വൈദിക അധ്യക്ഷൻ നിശ്ചയിച്ചിട്ടുള്ള പദവാരവും ഓഹരിയും കൊടുക്കാതിരുന്നിട്ടുണ്ടോ? ദൈവത്തിന് കൊടുക്കേണ്ട ദശാംശം മാറ്റിവെച്ച് കൊടുക്കാതിരുന്നിട്ടുണ്ടോ? വചനപ്രഘോഷണം അനുവദിക്കാതിരുന്നിട്ടുണ്ടോ? അനുഗ്രഹം ലഭിച്ചിട്ട് നന്ദി പറയാതിരുന്നിട്ടുണ്ടോ? ദേവാലയ പരിസ്ഥിതിക്ക് കളങ്കം വരുത്തുന്ന പ്രവർത്തനം നടത്തിയിട്ടുണ്ടോ? ദൈവത്തോട് മടുപ്പ് തോന്നിയിട്ടുണ്ടോ? ദൈവത്തെപ്പറ്റി മറ്റുള്ളവരിൽ വെറുപ്പുളവാക്കിയിട്ടുണ്ടോ? നന്മ ലഭിച്ചു കഴിഞ്ഞിട്ട് ദൈവത്തിൽ നിന്ന് പിന്മാറിപ്പോയിട്ടുണ്ടോ? ദൈവത്തെ പ്രകോപിപ്പിച്ചിട്ടുണ്ടോ? ദൈവമഹത്വത്തെ ദുഷിച്ചു പറഞ്ഞിട്ടുണ്ടോ? ദൈവത്തെ ശപിച്ചിട്ടുണ്ടോ? ദൈവത്തെ പരീക്ഷിച്ചിട്ടുണ്ടോ? ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി തിരസ്കരിച്ചിട്ടുണ്ടോ? ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ശ്രദ്ധിക്കാതിരുന്നിട്ടുണ്ടോ? മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്നുള്ള കൽപ്പനയിൽ പശ്ചാത്തലത്തിലുള്ള ഏറ്റുപറയേണ്ട പാപങ്ങൾ: മാതാപിതാക്കളെ ബഹുമാനിക്കാതിരുന്നിട്ടുണ്ടോ? അവരെ സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യാതിരുന്നിട്ടുണ്ടോ? അവരെ വേദനിപ്പിച്ചിട്ടുണ്ടോ? സംസാരത്തിലൂടെയും പ്രവർത്തനത്തിലൂടെയും മുറിപ്പെടുത്തിയിട്ടുണ്ടോ? അവരുടെ രോഗത്തിലും അവശതയിലും വാർദ്ധക്യത്തിലും ശുശ്രൂഷിക്കുകയും സഹായിക്കുകയും ചെയ്യാതിരുന്നിട്ടുണ്ടോ? മുതിർന്നവരെയും മേലധികാരികളെയും അനുസരിക്കാതിരുന്നിട്ടുണ്ടോ? മരിച്ചവർക്ക് വേണ്ടിയുള്ള കടമകൾ നിറവേറ്റാതിരുന്നിട്ടുണ്ടോ? ജീവിത പങ്കാളിയെ ശാരീരികമായി വേദനിപ്പിച്ചിട്ടുണ്ടോ? അസഭ്യ വാക്കുകൾ പറഞ്ഞിട്ടുണ്ടോ? ഭാര്യാഭർത്തൃ വീട്ടുകാരെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടോ?
ഭാര്യയോട് പിണങ്ങി വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയോ വീട്ടിലേക്ക് പറഞ്ഞയക്കുകയോ ചെയ്തിട്ടുണ്ടോ? ജീവിത പങ്കാളിയെ സംശയിച്ചിട്ടുണ്ടോ? ജീവിത പങ്കാളിയുടെ ശാരീരിക ആവശ്യങ്ങൾ പൂർത്തിയാക്കാതിരുന്നിട്ടുണ്ടോ? മക്കളെ കഠിനമായി ശിക്ഷിച്ചിട്ടുണ്ടോ? മക്കളെ സദാ കുറ്റപ്പെടുത്തുന്ന സ്വഭാവമുണ്ടോ? ജീവിത പങ്കാളിയെ കുട്ടികളുടെയും മറ്റുള്ളവരുടെയും മുമ്പിൽ തരം താഴ്ച സംസാരിച്ചിട്ടുണ്ടോ? ജീവിത പങ്കാളിയെ ലൈംഗികമായി പീഡിപ്പിച്ചിട്ടുണ്ടോ? ദാമ്പത്യ ധർമ്മം നിർവഹിക്കുന്നതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടോ? ജീവിത പങ്കാളിയോട് അവിശ്വസ്തത പുലർത്താറുണ്ടോ? ഗുരുക്കന്മാരുടെ ബഹുമാനവും അനുസരണവും കാണിക്കാതിരുന്നിട്ടുണ്ടോ? ജോലി ചെയ്യുന്ന സ്ഥാപനത്തോട് വിശ്വസ്തതയും സ്നേഹവും പുലർത്താതെ ഇരുന്നിട്ടുണ്ടോ? സമൂഹത്തിലെ മന്ദബുദ്ധികൾ, മാനസിക രോഗികൾ, വികലാംഗർ, അന്ധർ, മൂകർ, ബധിരർ എന്നിവരോട് അനുകമ്പ കാട്ടാതിരുന്നിട്ടുണ്ടോ? സർക്കാർ നിയമങ്ങൾ അനുസരിക്കാതിരുന്നിട്ടുണ്ടോ? മക്കളോടുള്ള കടമകൾ നിറവേറ്റാതിരുന്നിട്ടുണ്ടോ? സ്വത്ത് ഭാഗം ചെയ്ത് നൽകാതിരുന്നിട്ടുണ്ടോ? മറ്റുള്ളവരുടെ പരാജയത്തിൽ ആഹ്ലാദിച്ചിട്ടുണ്ടോ? നന്മ ലഭിക്കാൻ അവകാശമുള്ളവർക്ക് അത് നിഷേധിച്ചിട്ടുണ്ടോ? കൊല ചെയ്യരുതെന്നുള്ളതായ കൽപ്പനയുടെ വിശദീകരണങ്ങൾ പറഞ്ഞ് അവിടെയും നമ്മൾ പാപങ്ങളേറ്റു പറയുകയാണ്. മറ്റുള്ളവരെ വെറുക്കുക, വേദനിപ്പിക്കുക, വിദ്വേഷം വെച്ച് പുലർത്തുക എന്നിവ ചെയ്തിട്ടുണ്ടോ? മറ്റുള്ളവരുടെ സൽപ്പേരിന് കളങ്കം വരുത്തിയിട്ടുണ്ടോ? തേജോവധം ചെയ്തിട്ടുണ്ടോ? വിവാഹം മുടക്കിയിട്ടുണ്ടോ? ഭ്രൂണഹത്യ, അബോർഷൻ നടത്തിയിട്ടുണ്ടോ? ഭ്രൂണഹത്യയിൽ അപേക്ഷ ചെയ്യാൻ ഒരുങ്ങുകയോ തീരുമാനിക്കുകയോ ചെയ്തിട്ടുണ്ടോ? ഭ്രൂണഹത്യയ്ക്ക്, അബോർഷന് കൂട്ടുനിന്നിട്ടുണ്ടോ? ഭ്രൂണഹത്യയ്ക്ക് പ്രേരിപ്പിച്ചിട്ടുണ്ടോ? ആത്മഹത്യാശ്രമം നടത്തിയിട്ടുണ്ടോ? ആത്മഹത്യയ്ക്ക് പ്രേരണ നൽകിയിട്ടുണ്ടോ? ആരുടെയെങ്കിലും മരണത്തിന് കാരണമായിട്ടുണ്ടോ? പക്ഷപാതം കാണിച്ചിട്ടുണ്ടോ? അസൂയയുണ്ടോ? പിണങ്ങി കഴിയുന്നുണ്ടോ? മുൻകോപമുണ്ടോ? അസഭ്യവാക്കുകൾ പറയുന്ന സ്വഭാവമുണ്ടോ? ആരോടെങ്കിലും ക്ഷമിക്കുവാനുണ്ടോ? മദ്യപാനം, പുകവലി, മയക്കുമരുന്ന്, അമിതമായ ജോലി, അമിതമായ ഉറക്കമൊഴിവ്, അമിതമായ ഭക്ഷണരീതി തുടങ്ങിയ വഴി ശരീരത്തിൻ്റെ ആരോഗ്യത്തെ ഹനിച്ചിട്ടുണ്ടോ? സുഭാഷിതങ്ങൾ 23, 29, 35 വരെയുള്ള വാക്യങ്ങളിൽ കാര്യമാണ്. പൊതു മുതൽ നശിപ്പിച്ചിട്ടുണ്ടോ? സഹായം അർഹിക്കുന്ന സഹോദരീ സഹോദരങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിട്ടുണ്ടോ? പ്രതികാരം ചെയ്തിട്ടുണ്ടോ? മറ്റുള്ളവരെ കളിയാക്കി രസിക്കുക, ദ്രോഹിക്കുക, വഞ്ചിക്കുക എന്നിവ ചെയ്തിട്ടുണ്ടോ? മറ്റുള്ളവരെ പാപം ചെയ്യാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടോ? വ്യഭിചാരം ചെയ്തെന്നുള്ളതായ കൽപ്പനയിൽ നിന്നുള്ള വിശദീകരണങ്ങൾ. അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത്. ആസക്തിയോടെ നോക്കിയിട്ടുണ്ടോ? ലൈംഗിക വകൃതങ്ങളായ സംഭോഗം, സ്വവർഗഭോഗം, വികാരങ്ങൾ ഉണർത്തുന്ന ചിത്രങ്ങൾ, പുസ്തകങ്ങൾ, സിനിമ ഇവ വഴി ശരീരത്തിൻ്റെ പരിശുദ്ധി നശിപ്പിച്ചിട്ടുണ്ടോ? നോട്ടം, സംസാരം, പ്രവൃത്തി, ആംഗ്യം എന്നിവ മൂലം ആരെങ്കിലും പാപത്തിന് വീഴിക്കാനിടയായിട്ടുണ്ടോ? വികാരങ്ങൾ ദൈവത്തിൻ്റെ ദാനമാണെന്നോർത്ത് സ്തുതിച്ച് നന്ദി പറയാതിരുന്നിട്ടുണ്ടോ? വികാരങ്ങൾ നിയന്ത്രിക്കുന്നതിൽ അശ്രദ്ധ കാണിച്ചിട്ടുണ്ടോ? പ്രഭാഷകൻ 23, അതിൻ്റെ 16, 9-1 മുതൽ 9 വരെ, സുഭാഷിതങ്ങൾ 7-10 തൊട്ട് 27 വരെ, 25, 28 വാക്യം. സംസാരം, നോട്ടം, സ്പർശനം, കത്ത്, പെരുമാറ്റം ഇവ വഴി മറ്റുള്ളവർക്ക് പാപ കാരണമായിട്ടുണ്ടോ? ദുർമാതൃക കാണിച്ചിട്ടുണ്ടോ? മത്തായി 5-27 മുതൽ 30 വരെ, മത്തായി 18-6 മുതൽ 9 വരെ, 1-8, 12 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ ഈ കുറ്റബോധം നമുക്ക് വരുത്തേണ്ടതാണ്. ബലാത്സംഗം നടത്തിയിട്ടുണ്ടോ? സഹോദരങ്ങളെ ഏതെങ്കിലും കാരണത്താൽ ലൈംഗിക സംതൃപ്തിക്കായി ഉപയോഗിച്ചിട്ടുണ്ടോ? പരിശുദ്ധാത്മാവിൻ്റെ ആലയമായ നിങ്ങളുടെ ശരീരത്തെ വൃത്തിയായി സൂക്ഷിക്കാതിരുന്നിട്ടുണ്ടോ? വിശുദ്ധിയിൽ വളരാൻ ഉത്സാഹിക്കാതിരുന്നിട്ടുണ്ടോ? 1 പത്രോസ് 1-15-16 വാക്യങ്ങൾ. കേൾവിയിലൂടെ പാപം ചെയ്തിട്ടുണ്ടോ? അശ്ലീല സംഭാഷണം, അശ്ലീല സംഗീതം ഇവ ആസ്വദിച്ചിട്ടുണ്ടോ? ദുശ്ചിന്തകളെ താലോലിച്ചിട്ടുണ്ടോ? പഴയ പാവങ്ങളോർത്ത് സന്തോഷിച്ചിട്ടുണ്ടോ? ഒളിഞ്ഞു നോട്ടം, ഒളിഞ്ഞിരുന്ന് കേൾക്കൽ എന്നിവ നടത്തിയിട്ടുണ്ടോ? മൃഗഭോഗം നടത്തിയിട്ടുണ്ടോ? വ്യഭിചാരം വിവാഹത്തിന് മുമ്പും പിൻപും നടത്തിയിട്ടുണ്ടോ? കൃത്രിമ കുടുംബാസൂത്രണം, ബന്ധ്യംകരണം നടത്തിയിട്ടുണ്ടോ? ആഗ്രഹിച്ച ജീവിത പങ്കാളിയെ, മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളിയെ ലഭിക്കാത്തതിൽ നിരാശപ്പെടുകയും ദുഃഖിക്കുകയും ചെയ്തിട്ടുണ്ടോ? പ്രേമബന്ധങ്ങൾ, പ്രേമത്തിന് സഹായിക്കൽ, അവിഹിത ബന്ധങ്ങൾ, അന്യൻ്റെ ഭാര്യയെ, ഭർത്താവിനെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുകയോ പരിശ്രമിക്കുകയോ ചെയ്തിട്ടുണ്ടോ? അമിത ദുഃഖം,
ആകുലത, ഭയം, ഭക്ഷണം മനഃപൂർവ്വം കഴിക്കാതിരിക്കുക, ആരോഗ്യം സംരക്ഷിക്കാതിരിക്കുക എന്നിവ വഴി ശരീരത്തെ പീഡിപ്പിച്ചിട്ടുണ്ടോ? പ്രഭാഷകൻ 30-21-25 വാക്യങ്ങൾ, 37-30-31 വാക്യങ്ങൾ. മദ്യപിച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് അടുത്ത തലമുറയിലേക്ക് ശാപം പോകുന്നതാണ്. പിശാചിൻ്റെ ബന്ധനം വരുന്നതിനൊക്കെ അതിലായിട്ടുണ്ട്. അന്യപുരുഷൻ, അന്യസ്ത്രീ ഇവരെ മനസ്സിൽ ധ്യാനിച്ച് ദാമ്പത്യ ബന്ധം അനുഷ്ഠിച്ചിട്ടുണ്ടോ? സീരിയൽ കണ്ട്, സിനിമ കണ്ടിട്ട് സിനിമാ താരങ്ങളെ മോഹിച്ചുകൊണ്ട് വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടാൽ അവരുടെ അശുദ്ധി ഇങ്ങോട്ട് കയറി വരും, അവരുടെ സ്വഭാവങ്ങൾ വരികയും ചെയ്യും എന്ന് പറഞ്ഞിരിക്കണം. അന്യൻ്റെ കുടുംബജീവിതം നശിപ്പിച്ചിട്ടുണ്ടോ? അടക്കമില്ലാത്ത വസ്ത്രധാരണം, മറ്റുള്ളവർക്ക് പാപം ചെയ്യാൻ പ്രേരണ കൊടുക്കുന്ന തരത്തിലുള്ളതായ വസ്ത്രധാരണം പാപമാണ്, അത് ഏറ്റു പറയേണ്ടതാണ്. വസ്ത്രം നഗ്നത മറയ്ക്കാനാണ്, നഗ്നത കാണിക്കാനല്ല. മോഷ്ടിക്കരുതെന്നുള്ളതായ ആ വചനത്തിൻ്റെ വെളിച്ചത്തിലുള്ള സ്വയപരിശോധന. വസ്തുക്കൾ, പണം എന്നിവ മോഷ്ടിക്കുകയോ കള്ളത്തൂക്കം, കള്ളത്രാസ്, അന്യായ വില, അന്യായ പലിശ, കൈക്കൂലി, വഞ്ചന, കോപ്പിയടി, കാപട്യം, സമയത്തിൻ്റെ ദുരുപയോഗം, പണത്തിൻ്റെ ദൂർത്ത് എന്നിവ നടത്തുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കണം. കീഴ് ജോലിക്കാരോട്, മക്കളോട് അപമര്യാദയായി പെരുമാറുകയും അവരുടെ വ്യക്തിത്വത്തെ ബഹുമാനിക്കാത്ത രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ടോ? 1 പത്രോസ് 5:2-4 വരെ. സഹോദരങ്ങളോട് പക്ഷപാതപരമായി പെരുമാറിയിട്ടുണ്ടോ? യാക്കോബ് 2:1-9 വരെ. ഉത്തിരിപ്പ് കടമുണ്ടോ? എന്നാ ഈ ഉത്തിരിപ്പ് കടം? കേട്ടിട്ടുണ്ടോ? ആ വാക്ക് കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു കടമുണ്ടെന്നാണ് പറയുന്നത്. വേലക്കാർക്ക് കൂലി കൊടുക്കാതെ പിടിച്ചു വെച്ചിട്ടുണ്ടോ? അന്യൻ്റെ വസ്തു കൈയടക്കിയിട്ടുണ്ടോ? മറ്റുള്ളവരെ കൊണ്ട് ലാഭമെടുത്തിട്ടുണ്ടോ? തെറ്റായ മാർഗത്തിലൂടെ പണം സമ്പാദിച്ചിട്ടുണ്ടോ? കള്ളസാക്ഷ്യം പറയരുതെന്നുള്ള വചനത്തിൻ്റെ വിശദീകരണങ്ങൾ. അന്യൻ്റെ വസ്തുക്കൾ ആഗ്രഹിക്കരുത് എന്നുള്ളത് അതിനോട് ചേർത്ത് പറഞ്ഞിരിക്കണം. നുണ പറയാറുണ്ടോ? കള്ളരേഖകൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? കുറ്റാരോപണം നടത്തിയിട്ടുണ്ടോ? സത്യത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചിട്ടുണ്ടോ? രഹസ്യം പുറത്താക്കാറുണ്ടോ? ഇല്ലാ കഥകൾ പറഞ്ഞ് വരുത്താറുണ്ടോ? പരദൂഷണം നടത്തിയിട്ടുണ്ടോ? മാതാപിതാക്കളുടെ പ്രമാണങ്ങളിൽ മാറ്റം വരുത്തിയിട്ടുണ്ടോ? വഞ്ചിച്ചിട്ടുണ്ടോ? വസ്തുവിൻ്റെ അതിർത്തി മാറ്റിയിട്ടുണ്ടോ? വാഗ്ദാനങ്ങൾ ലംഘിച്ചിട്ടുണ്ടോ? കടം വാങ്ങിയത് മടക്കി കൊടുക്കാതിരുന്നിട്ടുണ്ടോ? മോഷണത്തിന് സഹായിച്ചിട്ടുണ്ടോ? കളഞ്ഞു കിട്ടിയവ തീർക്കാതിരുന്നിട്ടുണ്ടോ? ജോലികളിൽ കൃത്യനിഷ്ഠ പാലിക്കാതിരുന്നിട്ടുണ്ടോ? കൃഷിനാശം, വസ്തുനാശം ഇവ വരുത്തിയിട്ടുണ്ടോ? മിണ്ടാപ്രാണികളോട് ക്രൂരത കാണിച്ചിട്ടുണ്ടോ? വെള്ളം, വഴി, ഇലക്ട്രിസിറ്റി എന്നിവ പങ്കുവെക്കാതിരുന്നിട്ടുണ്ടോ? സഹോദരങ്ങൾക്ക് കിട്ടേണ്ട ന്യായമായ അവകാശം നിഷേധിച്ചിട്ടുണ്ടോ? വഴി, കുടിവെള്ളം, ഇലക്ട്രിസിറ്റി ഇവ നിഷേധിക്കുക, അന്യായമായി പലിശ വാങ്ങുക, ജീവനകൂലി കൊടുക്കാതിരിക്കുക, അതിർത്തിക്കല്ലുകൾ മാറ്റുക, വകകൾ അന്യായമായി കൈപ്പറ്റുക, കള്ളസാക്ഷി പറയുക, വിശ്വാസവഞ്ചന, ഊമക്കത്തെഴുതുക മുതലായവയിലൂടെ ഈ കൽപ്പന ലംഘനം വരാൻ സാധ്യതയുണ്ട്. പ്രഭാഷകന്റെ പുസ്തകം 34:18-22 വരെ, സുഭാഷിതം 11:1, സുഭാഷിതം 20:11, സുഭാഷിതം 22:22-23 വരെ, 21 10-11 വരെ, യാക്കോബിന്റെ ലേഖനം 5:1-6 വരെ, പുറപ്പാട് പുസ്തകം 21:18-19 വരെ, 22:1-15 വരെ, ലേവ്യ 6:1-7 വരെ. കൊതി കാണിച്ചിട്ടുണ്ടോ? അമിത ഭോജനം നടത്താറുണ്ടോ? ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിട്ടുണ്ടോ? 1 തീമോഥെയോസ് 5:8, ലൂക്കോസ് 12:41-42 വരെ. ആയിരിക്കുന്ന രീതിയിൽ സ്വയം അംഗീകരിക്കുന്നിട്ടുണ്ടോ? ആത്മപ്രശ്നം നടത്തുന്ന വ്യക്തിയാണോ? സ്വയം വെറുക്കുകയും നിന്ദിക്കുകയും മരിച്ചാൽ മതിയായിരുന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? ആത്മഹത്യയെപ്പറ്റി ആലോചിച്ചിട്ടുണ്ടോ? അതെല്ലാം പാപമായിട്ടേക്ക് പറയേണ്ടിയിരിക്കുന്നു. നമ്മുടെ ജീവൻ ഒന്നാമതായ ദൈവത്തിൻ്റെ വകയാണ്, നമ്മുടെ മാതാപിതാക്കളുടെയും നമ്മുടെ പ്രിയപ്പെട്ടവരുടേതുമാണ്, അത് രാഷ്ട്രത്തിൻ്റേതുമാണ്. നമുക്ക് ആത്മഹത്യ ചെയ്യാൻ അനുവാദമില്ല. ദൈവം തന്ന ജീവൻ ദൈവം മാത്രം എടുക്കാൻ നമ്മൾ വിട്ടുകൊടുക്കണം എന്നുള്ള കാര്യവും ഓർമ്മിക്കുന്നു. അലസത മൂലം ദൈവം തന്ന സമയവും അവസരങ്ങളും പാഴാക്കിയിട്ടുണ്ടോ? സുഭാഷിതങ്ങൾ 26:13-17 വരെ, 2 തെസ്സലോനിക്കർ 3:11-12 വരെ. മേലധികാരികളെ വേദനിപ്പിക്കുകയോ അപമാനിക്കുകയോ ദ്രോഹിക്കുകയോ ചെയ്തിട്ടുണ്ടോ? റോമർ 13:1-7 വരെ, പ്രഭാഷകൻ 3:1-16 വരെ. ജീവിത അന്തസ്സ് വഴി
ഏറ്റെടുത്ത കടമകൾ ശരിയായി നിർവഹിക്കാതിരുന്നിട്ടുണ്ടോ? ദാമ്പത്യ ജീവിതത്തിൽ അവിശ്വസ്തത കാണിച്ചിട്ടുണ്ടോ? സംസാരം വഴി ആരെങ്കിലും അപകീർത്തിപ്പെടുത്തുകയോ മറ്റുള്ളവരുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുകയോ ചെയ്തിട്ടുണ്ടോ? പ്രഭാഷകൻ 9:4-17 വരെ. മുഖസ്തുതി പറഞ്ഞിട്ടുണ്ടോ? പ്രഭാഷകൻ 28:18-26 വരെ. സംഗീതത്തിന് 12:1-3 വരെ. വ്യർത്ഥ ഭാഷണം നടത്തിയിട്ടുണ്ടോ? ചെയ്യാമായിരുന്ന സഹായം നന്മ അതിനർഹമായ വ്യക്തിക്ക് നിഷേധിച്ചിട്ടുണ്ടോ? സുഭാഷിതം 3:27-28, യാക്കോബ് 2:1-4 വരെ. സഹോദരന്മാർക്ക് അർഹമായ അവകാശം നിഷേധിക്കപ്പെട്ടപ്പോൾ അവനുവേണ്ടി സ്വരമുയർത്താതെ ഭൂരിപക്ഷത്തോട് ചേർന്ന് അനീതിക്ക് കൂട്ടുനിന്നിട്ടുണ്ടോ? ദുർവിധി നടത്തിയിട്ടുണ്ടോ? സുഭാഷിതം 31:3-7 വരെ, പുറപ്പാട് 23:1-7 വരെ. സഹോദരങ്ങളുടെ തെറ്റുകൾ തിരുത്തി കൊടുക്കാതിരുന്നോ? മക്കളുടെ തെറ്റുകൾ ന്യായീകരിച്ചിട്ടുണ്ടോ? എസെക്കിയേൽ 3:17-21 വരെ. സഹോദരങ്ങളുടെ ഉന്നതിയിൽ, നന്മയിൽ, വളർച്ചയിൽ അസ്വസ്ഥനായിട്ടുണ്ടോ? സന്തോഷിക്കാതിരുന്നിട്ടുണ്ടോ? ഉൽപ്പത്തി 4:1-7 വരെ, സുഭാഷിതം 24:17-18 വരെ, മത്തായി 20:1-6 വരെ. സഹോദരങ്ങൾ വേദനിക്കുമ്പോൾ നിഗൂഢ ആനന്ദം ഉണ്ടായിട്ടുണ്ടോ? അവൻ അങ്ങനെ വരട്ടെ, അവർക്ക് അങ്ങനെ വരട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ സന്തോഷിച്ചിട്ടുണ്ടോ? അന്യന്റെ വസ്തുക്കൾ, സാധനങ്ങൾ, പണം, വീട്, സ്ഥലം മോഹിച്ചിട്ടുണ്ടോ? ഞാനെന്ന ഭാവം, വിജ്ഞാനി എന്ന ഭാവമുണ്ടോ? ദുർമാതൃക കാണിച്ചിട്ടുണ്ടോ? ക്ഷമയില്ലായ്മയുണ്ടോ? ദുർമാതൃക കാണിച്ചിട്ടുണ്ടോ? ക്ഷമയില്ലായ്മയുണ്ടോ? നികുതികളിൽ ഭൂനികുതി, ഭവന നികുതി, ആദായ നികുതി, വിൽപ്പന നികുതി എന്നിവയിൽ വെട്ടിപ്പും തട്ടിപ്പും നടത്തിയിട്ടുണ്ടോ? ഇങ്ങനെയെല്ലാം പാപം വരാൻ സാധ്യതയുണ്ട്. നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഈ പാപത്തിന് പരിഹാരം ലഭിക്കാൻ ഇങ്ങനെ പ്രാർത്ഥിക്കാം. എൻ്റെ ദൈവമേ, ഏറ്റവും നല്ലവനും എല്ലാറ്റിനും ഉപരിയായി സ്നേഹിക്കപ്പെടുവാൻ യോഗ്യനുമായ അങ്ങയ്ക്കെതിരായി പാപം ചെയ്തു പോയതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ മനസ്താപിക്കുകയും പാപങ്ങളെ വെറുക്കുകയും ചെയ്യുന്നു. അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു. എൻ്റെ പാപങ്ങളാൽ എൻ്റെ ആത്മാവിനെ അശുദ്ധമാക്കിയതിനാലും സ്വർഗത്തെ നഷ്ടപ്പെടുത്തി നരകത്തിന് അർഹരായി തീർന്നതിനാലും ഞാൻ ഖേദിക്കുന്നു, ഞങ്ങൾ ഖേദിക്കുന്നു. അങ്ങയുടെ പ്രസാദപര സഹായത്താൽ പാപ സാഹചര്യങ്ങളെ ഉപേക്ഷിക്കുമെന്നും മേലിൽ പാപം ചെയ്യുകയില്ലെന്നും ദൃഢമായി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഏതെങ്കിലും ഒരു പാപം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കുവാനും ഞാൻ സന്നദ്ധനാണ്. ആമേൻ. എഴുന്നേൽക്കാം. പാപമോചന പ്രാർത്ഥന ആവശ്യമുള്ളവർ മുമ്പോട്ട്. അപ്പോൾ ഈ കേട്ട കാര്യങ്ങൾ പ്രാർത്ഥനയാക്കി മാറ്റാൻ ബ്രദർ പത്രോസിനെ, പീറ്റർ സാറിനെ വിളിക്കുന്നു. ഒരാൾ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കും. അപ്പോൾ സ്വയം പ്രാർത്ഥന നടക്കും. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 40 മുതലുള്ളതായ ഭാഗങ്ങൾ വായിക്കുന്നു. പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവനുണ്ടാകണം എന്നാകുന്നു എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം. ഞാൻ അവനെ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം എന്ന് അവൻ പറഞ്ഞതിനാൽ യഹൂദന്മാർ അവനെ കുറിച്ച് പ്രവൃത്തു. 51-ാം വാക്യത്തിൽ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു. ഈ അപ്പം തിന്നുന്നവനെല്ലാം എന്നേക്കും ജീവിക്കും. ഞാൻ കൊടുക്കുവാനിരിക്കുന്ന അപ്പമോ ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ കൊടുക്കുന്ന എൻ്റെ മാംസമാകുന്നതാൻ അരുളി ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ നേരത്തിന്റെ കണ്ണിമനുണ്ടായിക്കട്ടെ. സ്നേഹിക്കപ്പെട്ട വിശ്വാസികൾ, നമ്മുടെ സഭയിലെ ഏറ്റവും വലിയ പെരുന്നാളായിരിക്കുന്ന വചനിപ്പ് പെരുന്നാളിനായിട്ട് നമ്മൾ ഒരുങ്ങുകയായിരുന്നു. വരാൻ പോകുന്ന ഞായറാഴ്ച വചനിപ്പ് പെരുന്നാളിനായി നമ്മൾ തയ്യാറാകുന്നു. അതിന് നമ്മൾ സ്വയപരിശോധന നടത്തി അത് ആത്മാവിൽ സത്യത്തിലുമാക്കാൻ നമ്മൾ ശ്രമിക്കുകയാണ്. എങ്ങനെയാണ് വിശുദ്ധ കുർബാന അനുഗ്രഹമാക്കേണ്ടതെന്ന് നമ്മൾ രാവിലെ പഠിച്ചു. കുമ്പസാരിക്കേണ്ടത് അങ്ങനെ, പാപമോചന പ്രാർത്ഥന പ്രാർത്ഥിക്കേണ്ടതാണ്, ഏറ്റുപറയേണ്ട കാര്യങ്ങളെന്നല്ല, എങ്ങനെയാണ് ഏറ്റുപറയേണ്ടത് എന്നൊക്കെ നമ്മൾ ഏകദേശം 1 മണിക്കൂർ സമയം നമ്മുടെ പിതാക്കന്മാർ കുമ്പസാരിച്ച് കുർബാന അനുഭവിച്ചത് എങ്ങനെയാണെന്ന് പഠിക്കുകയായിരുന്നു. നമ്മൾ പരിശുദ്ധനായി ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന പരിമല തിരുമേനി എല്ലാ ഞായറാഴ്ചകളിലും അതിരാവിലെ ഉണർന്ന് അച്ഛൻ്റെ അടുത്ത് മുട്ടുകുത്തി കുമ്പസാരിക്കുമായിരുന്നു. അപ്പോൾ ഈ കുമ്പസാരം എന്ന് പറയുന്ന പാപങ്ങൾ ഏറ്റുപറയാൻ മാത്രമല്ല, നമ്മൾ ചെയ്യാതെ പോയ നന്മകൾ ഏതാണെന്ന് ഏറ്റുപറയാനും കൂടിയാണ്. അതാണ് കൂടുതൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും നമ്മൾ കുമ്പസാരിക്കാൻ കാണും.
നമ്മൾ ഓരോ ദിവസവും വേദോസം വായിക്കുമ്പോൾ വചനത്തിൻ്റെ വികാസം നമുക്ക് കിട്ടുന്ന ഉൾക്കാഴ്ച, അയ്യോ ഞാൻ ഏതെല്ലാം കാര്യത്തിൽ കുറവുള്ള ആളാണ് എന്നുള്ള ബോധം നമുക്ക് വരുന്നത്. 10 കൽപ്പനയിൽ വിലക്കിയ കാര്യമുണ്ട്, വേണ്ടിയ കാര്യമുണ്ട്. വേണ്ടാത്ത കാര്യമുണ്ട്, വേണ്ടിയ കാര്യമുണ്ട്. വേണ്ടാത്ത കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും ബോധ്യമുണ്ട്, പക്ഷെ നമ്മളങ്ങ് ചെയ്തു പോവുകയാണ്. വേണ്ടിയ കാര്യങ്ങളെക്കുറിച്ചാണ് ബോധ്യക്കുറവ്. നമ്മൾ ഓരോരുത്തരെക്കുറിച്ചും കർത്താവ് പ്രത്യേകം ആഗ്രഹിക്കുന്ന കാര്യങ്ങളുണ്ട്. നമ്മൾ ചെയ്തു പോരേണ്ടതിന് മുന്നൊരുക്കിയ സൽപ്രവൃത്തികളുണ്ട്. നമ്മൾ മാത്രം ചെയ്യേണ്ട സൽപ്രവൃത്തിയുണ്ട്. ഭാര്യയും ഭർത്താവും കൂടി ചെയ്യേണ്ട സൽപ്രവൃത്തിയുണ്ട്. ഭാര്യയും മക്കളും ഭർത്താവും കുടുംബമായി ചെയ്യേണ്ട സൽപ്രവൃത്തികളുണ്ട്. ഒരു പിതാവെന്ന നിലയിൽ മാത്രം ചെയ്യേണ്ട സൽപ്രവൃത്തിയുണ്ട്. ഒരു മാതാവെന്ന നിലയിൽ, ഒരു സഹോദരി എന്ന നിലയിൽ, ഒരു സഭയുടെ അംഗം എന്ന നിലയിൽ, ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ ദൈവം തമ്മിൽ പ്രതീക്ഷിക്കുന്ന പല കാര്യങ്ങളുണ്ട്. അതെല്ലാം കൃത്യവിലോപങ്ങൾ ഒത്തിരി കാണും. അതാണ് ഏറ്റവും പറയാം. പരിശുദ്ധ പരിമല തിരുമേനിയെ പരിശുദ്ധനാക്കിയത് ആ ബോധമാണ്. അപ്പോൾ ഓരോ ദിവസം വേദോസം വായിക്കുമ്പോൾ ഒരു ഡയറി വലതുവശത്ത് കാണും. വേദോസം മുമ്പിലിരിപ്പുണ്ട്. വേദോസം വായിച്ചിട്ട് മനസ്സിൽ കൃത്യമായി പതിയുന്ന വേദഭാഗം അവിടെ നിർത്തിയിട്ട് സ്വയപരിശോധന നടത്തിയിട്ട് കർത്താവ് ഞാൻ ഇതുപോലെ വളർന്നിട്ടില്ലല്ലോ. ഉദാഹരണം പറഞ്ഞാൽ വേദോത്സവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും എല്ലാ വാക്യങ്ങളും ഉൾക്കൊള്ളുന്നതായ ഗിരിപ്രഭാഷണത്തിലെ മത്തായി 7:12 പരിമല തിരുമേനി വായിച്ചു കഴിഞ്ഞിട്ട് അലറിക്കരയുക. എന്താ? മറ്റുള്ളവർ നമുക്ക് ഇങ്ങോട്ട് ചെയ്യണമെന്ന് പ്രതീക്ഷിക്കുന്ന നന്മകൾ അങ്ങോട്ട് ആദ്യം ചെയ്യണം. മറ്റുള്ളവരിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന നന്മകൾ ദൈവത്തിൽ നിന്ന് വാങ്ങിച്ച് അങ്ങോട്ട് കൊടുക്കണമെന്ന് ആദ്യം. അങ്ങനെയാണ് എന്തുമാത്രം സംസാരിക്കാൻ കാണും. ആരെല്ലാം എന്തെല്ലാം നമ്മൾ പ്രതീക്ഷിക്കുന്നു? ഭാര്യ, ഭർത്താവ്, മക്കളെ, അയൽവക്കക്കാരെ, നാട്ടുകാരെ, ശത്രുക്കള്, എത്രയോ കാര്യങ്ങൾ ആരെല്ലാം നമ്മൾ നാശിക്കുന്നു. ഇനി എന്ന് ചെയ്തതിനെ കൊണ്ടായിരുന്നു. അങ്ങനെ എന്തെല്ലാം പ്രതീക്ഷയോടെ ആരെല്ലാം നമ്മളെ സമീപിച്ചിരിക്കുന്നു. നമുക്കത് കൊടുക്കാൻ കഴിയാത്തതാണ് ഏറ്റവും വലിയ പാപം. അപ്പോൾ എന്തുമാത്രം പാപം കാണും. അപ്പോൾ ഓരോ ദിവസവും ഏറ്റവും പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. നമുക്ക് ഓരോ അവസരങ്ങൾ. പുരോഹിതന്മാർക്കാണ് ഏറ്റവും അധികം പാപം വരുന്നത്. എന്താ കാര്യം എന്നറിയാമോ? ഒരു പുരോഹിതനെ അഭിഷേകം ചെയ്ത് വെച്ചിരിക്കുന്നത് വരുന്നതോടെ മുഴുവൻ ദുഃഖം തീർക്കാനാണ്. ദുഃഖം തീരാതെ ആരെങ്കിലും പോയെങ്കിൽ പുരോഹിതനോട് ചോദിക്കും, ഞാൻ നിന്നെ അതിനെ ആക്കിയത്. മോശയെ കർത്താവ് എന്തിനാണ് വിളിച്ചത്? 6 ലക്ഷം കുടുംബങ്ങളുടെ ദുഃഖം തീർക്കാനാണ്. അവരുടെ ദുഃഖം എൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പോയി വിളിച്ചത്. മനസ്സിലായോ? അപ്പം ആരെല്ലാം എവിടെയില്ലായിരുന്നു കരയുന്നു എന്നുള്ളത് സ്വർഗ്ഗം ദൈവം കാണുന്നു. അവർ കണ്ണുനീർ തുരുത്തിലാക്കി വെച്ചിട്ട് ഈ കണ്ണുനീരൊപ്പാൻ പറ്റിയ ഒരാളെ കർത്താവ് എഴുന്നേപ്പിച്ച് വിടുക, നീ അങ്ങോട്ട് പോകും, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. ഈ ബോധം നമുക്കുണ്ടോ? അതുകൊണ്ട് പുരോഹിതരായ ഞങ്ങൾക്കാണ് ഏറ്റവും അധികം പാപം. ഞങ്ങൾക്ക് ഏറ്റവും അധികം ശിക്ഷയും അത് അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് ഇത് ജനങ്ങളെക്കാൾ വലിയ സാധനമൊന്നുമല്ല. ഇത് ജനങ്ങളെ ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷയുടെ സാധനമായത്. അപ്പോൾ ജനങ്ങളുടെ വേലക്കാരിയാണ് ഈ ദൈവ ശുശ്രൂഷയല്ല. ഈ ഉൾക്കാഴ്ചയോടുകൂടെ 73ാമത്തെ വയസ്സ് ഞാൻ നിങ്ങളോട് സംസാരിക്കുക. എനിക്ക് ഒത്തിരി കുറ്റബോധമുണ്ട്. കാരണം 73 കൊല്ലത്തിനിടയിൽ 22ാം വയസ്സ് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. സുവിശേഷ വേലയ്ക്കാണെന്ന് പറഞ്ഞാൽ ഇറങ്ങിയത്. ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് പേരുടെ സങ്കടം കേട്ടിട്ടുണ്ട്. അവിടെ ഇടയിൽ കൂടി യാത്ര ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ അവിടെ എല്ലാം ദുഃഖം അപ്പുവാൻ കഴിഞ്ഞിട്ടില്ല. എൻ്റെ കുറവുകൊണ്ടും, എൻ്റെ അജ്ഞത കൊണ്ടും, എൻ്റെ ബലഹീനത കൊണ്ടും, എൻ്റെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ടും എന്നിലൂടെ ദൈവം അനേക പ്രശ്നങ്ങൾ വഹിക്കാൻ ആഗ്രഹിച്ചു. ആ ദൈവം ഉദ്ദേശിച്ച പോലെയല്ലോ ഒന്നും നടന്നിട്ടില്ല. ആ കുറ്റബോധത്തോടെ ഞാൻ ഇന്നും കുർബാനയിലും. അതിനാണ് കർത്താവ് നീട്ടിത്തരുന്ന ഓരോ അവസരങ്ങൾ. ഇനി എന്തെല്ലാമാണ് ഞാൻ ചെയ്യാതെ വിട്ടുപോയത്, എന്നെ ആയുസ് നീട്ടിത്തരണമെന്ന് പറയുക. ആയുസ് നീട്ടിത്തരുന്ന സൂഹിക്കാനല്ല. എന്തിനാ? കൃത്യവിലോപങ്ങൾ ഒഴിവാക്കി വേലകൾ തികച്ച് നിവൃത്തിയായി എന്ന് പറഞ്ഞു പോകണം. കർത്താവിന് 33.5 വയസ്സിൽ നിവൃത്തിയായി എന്ന് പറയാൻ സാധിച്ചു. നമുക്കിപ്പോൾ എത്രാം വയസ്സായി? നിവൃത്തിയായെന്നല്ലോ പറയാനൊക്കെ പോകും. അങ്ങനെ കുടിശ്ശിക തീർത്ത വേല തികച്ചെങ്കിലേ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെടാനുള്ള നിത്യതയിൽ എത്താനൊക്കെ പോകുന്നുള്ള കാര്യം ഓർപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഓരോ ദിവസത്തെയും നമ്മുടെ ജീവിതം വചനപ്രകാരം ഞാൻ എന്തായിട്ടില്ല, എന്താകാനുണ്ട്, ഇനി എന്തെല്ലാം ആകാനുണ്ട്, എന്തെല്ലാം വേണ്ടാത്തത് ഞാൻ ചെയ്തു, ഈ ബോധത്തോടെ കരയാമെങ്കിൽ ആ കണ്ണുനീർ തുരുത്തിയിലാക്കി വെച്ചിട്ട് കർത്താവ് നമ്മളെ പരിശുദ്ധാത്മാവിൻ്റെ പുതിയ വീഞ്ഞിൻ്റെ അഭിഷേകം കൊണ്ട് നിറച്ചിട്ട് കർത്താവിൻ്റെ ഇഷ്ടമറിഞ്ഞ് പ്രവർത്തിച്ച് ദൈവത്തെ സന്തോഷിപ്പിക്കാൻ സാധിക്കും. അതായിരിക്കട്ടെ നമ്മുടെ വരവിൻ്റെയും പോക്കിൻ്റെ ഉദ്ദേശം. അപ്പോൾ നമ്മളിങ്ങനെ ദൈവ ഇഷ്ടപ്രകാരം ജീവിക്കുവാൻ ആഗ്രഹിച്ച് മുമ്പോട്ട് പോകുമ്പോൾ നമ്മളോട് അസൂയുള്ള പിശാചുണ്ട്. പിശാചും മനുഷ്യരും തമ്മിൽ വ്യത്യാസമുണ്ടാകും. മാലാഖമാരായ സൃഷ്ടിക്കപ്പെട്ട അവർക്ക് ദൈവത്തിൻ്റെ പ്രസാദം നേടാൻ കഴിഞ്ഞില്ല. അവർ ദൈവം ഏൽപ്പിച്ച പണിയിൽ നിന്ന് വ്യതിചലിച്ചിട്ട് അവർ ദൈവത്തിൻ്റെ ശത്രുവായി പോയി കഴിഞ്ഞോടെ അവരെ തള്ളിക്കളഞ്ഞു. ഇനി തിരിച്ചെടുക്കുന്ന പരിപാടിയില്ല. അവരെ അഗ്നിനരകത്തിന് വിധിച്ചിരിക്കുക. അപ്പൊ അവർക്ക് ഇനി നന്മ ചെയ്യാനോ മാനസാന്തരപ്പെടാനോ
അവസരമില്ല. അവർക്ക് ഇനി അക്തി തരാൻ കാത്തിരിക്കുന്ന ഇടവേളയിലാണ് അവർ ഈ ഭൂമിയിൽ അവരെ ദൈവം ഉപയോഗിക്കുക. അവരുടെ ദുഷ്ടതയും അവരുടെ അത്യാഗ്രഹങ്ങളും അവരുടെ എല്ലാ ദുസ്വഭാവങ്ങളും കണ്ടിട്ട് നമ്മൾ അതിനെ വെറുക്കണം. ദുഷ്ടനെയും ദുഷ്ടതയെയും വെറുത്തിട്ട് എനിക്കിത് വേണ്ട, എനിക്ക് എൻ്റെ കർത്താവിനെ മതിയെന്ന് പറയാൻ വേണ്ടി അവരെ ഭൂമിയിൽ ഇട്ടിരിക്കും. നമ്മൾ അവരുടെ കൂടെ കൂടിയാൽ അവരോട് കത്തേണ്ടി വരും. അപ്പൊ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ജീവിതത്തിൽ പിശാചിന് ഇത്രയധികം അസൂയ വരാൻ കാരണം കർത്താവിന് പിശാചിനോട് നമ്മളോടുള്ള മനോഭാവം മാനദണ്ഡം രണ്ടാ. അവരൊരിക്കലായിട്ട് പാപം ചെയ്തു, ഇനി അവർക്ക് അവരെ രക്ഷിക്കുന്ന ഒരു പരിപാടി ദൈവം വെച്ചിട്ടില്ല. അവർ തള്ളിക്കളയും. അവർ നരകത്തിലേക്ക് പോകുന്ന വഴി ഇവിടെ തങ്ങി നിൽക്കുക. പക്ഷേ നമ്മളൊക്കെ കൊണ്ടുപോകാൻ പോകുന്ന അവരുടെ നോട്ടം. അപ്പൊ അതിന്റെ ഇടയിൽ നമ്മൾ ദൈവത്തെ സ്തുതിക്കേണ്ടത്, നമ്മൾ പാപം ചെയ്താലും കർത്താവ് പാപത്തിന് തക്കണം നമ്മളെ ശിക്ഷിക്കുന്നില്ല. അലിവോടെ നമ്മൾ ആ പാപം എല്ലാം പുത്രന്റെ മേലാക്കുക. ഏതാ ഇപ്പൊ യേശു ക്രിസ്തു പിശാചുക്കൾക്ക് വേണ്ടി മരിച്ചിട്ടില്ല, മനുഷ്യർക്ക് വേണ്ടിയാണ് മരിച്ചത്. എന്തിനാ? മനുഷ്യർ ചെയ്ത പാപം എല്ലാം തന്റെ മേലാക്കിയിട്ട് മനുഷ്യർക്ക് വേണ്ട ശിക്ഷ പുത്രനെ കൊടുത്ത് നമ്മളെ രക്ഷിക്കുക. ഇത് കണ്ട അവന് കണ്ണിക്കെട്ടി പോകുകയല്ലേ? ഞങ്ങളെ എല്ലാം കത്തിക്കാൻ പോവുക, ഇവരെയൊക്കെ രക്ഷിച്ചുകൊണ്ട് പോവുക. എന്നാ ഇവരെ ഞാൻ നോക്കട്ടെ. അപ്പൊ എല്ലാവരെയും കുറിച്ചും പിശാചിന് അസൂയുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് ദൈവത്തിന്റെ കൃപയിലും കർത്താവിന്റെ കരുണയിലും ആശ്രയിച്ചുകൊണ്ട് എനിക്ക് എൻ്റെ യേശു ഒരുക്കി തന്നിരിക്കുന്ന വലിയ അവസരം എനിക്ക് പ്രയോജനപ്പെടുത്തണം. അവൻ ഞാൻ പിശാചാകുകയില്ല, പിശാചിന്റെ കൂടെ കൂടുകയില്ല. അവൻ എന്നൊക്കെ ചെയ്താൽ ഞാൻ ദൈവജനപ്രകാരം മാത്രമേ പ്രവർത്തിക്കുമെന്ന് തീരുമാനിച്ച് അവനെ ഉപേക്ഷിക്കണം, അവനെ ഓടിക്കണം, അവനെ അകത്തണം. എങ്കിൽ മാത്രമേ നമ്മൾ ദൈവത്തോട് അടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് എല്ലാ അനുഗ്രഹകരമായ ശുശ്രൂഷയും കഴിയുമ്പോൾ അവന് കണ്ണിക്കടി നോക്കും. ഉടനെ തന്നെ പോകും സ്വർഗത്തിൽ നമ്മളെ പരീക്ഷിക്കാൻ. എന്നെങ്കിലും അനുഗ്രഹം കൂടുതൽ കിട്ടിയെങ്കിൽ അന്നേരം പേടിച്ചോണോ? ഉടനെ പരീക്ഷ ഉണ്ട്. പരീക്ഷ പാസ്സായിട്ടേ അടുത്ത അനുഗ്രഹമുള്ളൂ. ഇവന് ഒത്തിരി അനുഗ്രഹങ്ങൾ വെച്ചിരിക്കുക. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് കൊടുക്കാൻ വെച്ചിരിക്കുന്ന കണ്ണ് കണ്ടിട്ടില്ല, അതങ്ങനെ കിടക്കുക. ഇവനും കണ്ടിട്ടുണ്ട്, അവൻ സ്വർഗത്തിൽ നിന്ന് വന്നയാളാ. അപ്പൊ ഇവനെ നമുക്ക് ഓരോ അനുഗ്രഹം കിട്ടുമ്പോഴും ഇനിയും കിടപ്പുണ്ട് ഒത്തിരി. എല്ലാം തട്ടിക്കളഞ്ഞ് എൻ്റെ കൂടെ കൊണ്ടുപോകണമെന്ന് വിചാരിച്ചാണ് പരീക്ഷിക്കാറുള്ളത്. ദൈവത്തിന്റെ അനുവാദമില്ലാതെ നമ്മളെ പരീക്ഷിക്കാൻ ആദ്യമല്ല. ഈ വിശ്വാസം നോക്കട്ടെ. ദൈവം അനുവദിച്ചിട്ടേ എനിക്ക് പരീക്ഷ. അത് മാത്രമല്ല, പരീക്ഷ നമ്മളെ തോൽപ്പിക്കാനല്ല, നമ്മളെ ജയിക്കുമെന്ന് ഉറപ്പുള്ളപ്പോഴേ പരീക്ഷയ്ക്ക് അനുവാദം കൊടുക്കുകയുള്ളൂ. പരീക്ഷയോടുള്ള നീക്കുപോക്കും ആ നീക്കുപോക്കായി തന്നോണ്ടിരിക്കുന്നത്. നമ്മൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന വചനങ്ങൾ അന്നേരം ഉദ്ധരിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ അവനെ തോൽപ്പിക്കാം. കർത്താവ് പിശാചിനെ തോൽപ്പിച്ചെങ്ങനെയാ? അവൻ മുറിവാക്യം കൊണ്ട് വന്നപ്പോൾ മുഴുവാക്യവും ഇണവാക്യവും പറഞ്ഞ് അവനെ തട്ടി. അപ്പൊ പിശാചിന് വേദോസം മുഴുവൻ അറിയാം, പക്ഷെ ഒരു ഗുണവുമില്ല. വേദോസം മുഴുവൻ അറിയാമെന്നുള്ളത് കൊണ്ട് ദൈവത്തെ ആരാധിക്കാൻ ഒക്കുന്നുണ്ടോ? നമ്മൾ വേദോസം വായിച്ചാൽ ആരാധിക്കണം, അവനെ ആരാധിക്കണം, അവന്റെ ഇഷ്ടം ചെയ്യണം, അവന്റെ കൂടെ പോയി ദൈവത്തിന്റെ ജീവിത പങ്കാളിയായി തീരുന്നതാണ് ഈ വലിയ ഭാഗ്യം. അതുകൊണ്ട് നമ്മുടെ അനുദിന ജീവിതത്തിൽ ഈ വലിയ ഭാഗ്യം കളഞ്ഞു വിളിക്കരുത്. അപ്പൊ പിശാചിന് അസൂയ എന്നും കാണും. അവൻ കത്തുന്നതിന് മുമ്പ് നമ്മളെ കത്തിക്കാവുന്ന അവന്റെ പരിപാടി. ഇത് അറിഞ്ഞിരിക്കണം. അപ്പൊ ദൈവം നമ്മളെ അനുവദിച്ചിട്ടേ പരീക്ഷ വരും. അപ്പൊ ഇന്ന് ഒരു സത്യകുംഭസാരം നടത്തിയില്ലായിരുന്നു. വന്നിരിക്കുന്നവരൊക്കെ മുഴുവൻ കുമ്പസാരിപ്പിക്കും. 1 മണിക്കൂർ കുമ്പസാരത്തിന്റെ ഒരുക്കം നടത്തി കുമ്പസാര പ്രാർത്ഥനയൊക്കെ നടത്തിയിട്ടാണ് ഇരിക്കുന്നില്ലേ? എങ്ങനെയാണ് കുമ്പസാരിക്കേണ്ടെന്ന് പഠിപ്പിച്ചു. കുമ്പസാരിക്കുമ്പോൾ എന്തെല്ലാം പാവയേറ്റ് പറയണം, 10 കൽപ്പനയുടെ വിശദീകരണങ്ങൾ 1 മണിക്കൂർ കൊണ്ടാണ് പറഞ്ഞു തീർത്തത്. അതിന്റെ വെളിച്ചത്തിലൊരു പുസ്തകം ഇനി കുമ്പസാരിക്കാൻ ഇരിക്കുന്നവരുണ്ട്. പൊതു കുമ്പസാരം നടന്നു. ഇനി വ്യക്തിപരമായി കുമ്പസാരിക്കാൻ ആഗ്രഹമുള്ളവർ അവരിപ്പുണ്ടിരിക്കും. പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ പിശാചിന് ഇഷ്ടപ്പെട്ടു പോയി കാര്യം. അങ്ങനെയാണെങ്കിൽ ഒരു നല്ല പരീക്ഷ ഉടനെയുണ്ട്. ഇത് കഴിഞ്ഞ അങ്ങോട്ട് ഇറങ്ങിയാൽ ഉടനെ ഒരു പരീക്ഷയുണ്ടെന്ന് നോട്ടീസ് തന്നിരിക്കുക. അപ്പൊ അതിനെ വചനപ്രകാരം നേരിടാൻ ഒരുങ്ങിക്കോ. ആ പരീക്ഷ സഹിച്ച് ജയിച്ചതിന് ശേഷം അടുത്ത ക്ലാസ്. അങ്ങനെ കർത്താവ് കയറണം വരെ കയറണം. അപ്പൊ അതുകൊണ്ട് അനുഗ്രഹകരമായ ധ്യാനവും കുർബാനയും ശുശ്രൂഷയും കഴിയുമ്പോഴത്തെ പരീക്ഷയെക്കുറിച്ച് അറിഞ്ഞുകൊണ്ട് വേണം ഇറങ്ങാൻ. അതുകൊണ്ട് നിങ്ങളെ പഠിപ്പിക്കാൻ പോവാ. ചില സമയം എടുത്തോട്ടെ. വെള്ളിയാഴ്ചയല്ലേ, ഒരു മണിക്ക് ഒരു 12 ഉള്ളൂ. ചില സമയം കൂടെ എടുക്കാമില്ലേ? അപ്പൊ അങ്ങനെയാണ് ധ്യാനം കഴിഞ്ഞു പോകുമ്പോൾ, കുർബാന കഴിഞ്ഞു പോകുമ്പോൾ, കല്യാണം കഴിഞ്ഞു പോകുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. കിലാവിതേത് ഓടാനെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ തലയിലോട്ട് കിരീടവാഴൊക്കെ നടത്തി ഇങ്ങനെ വലിയ അനുഗ്രഹിച്ച് എന്തെല്ലാം അനുഗ്രഹം തന്നാൽ അങ്ങോട്ട് വിടും. അതില്ലായിരുന്നു കേൾക്കുന്നുണ്ട്. നിന്നെ ഞാൻ കണ്ടോളാം എന്ന് പറഞ്ഞ് ഈ അനുഗ്രഹകരമായ വിവാഹ ശുശ്രൂഷ കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങുമ്പോഴത്തെ കഥകൾ ഈ കിട്ടിയത് മുഴുവൻ കളയാനുള്ള വല്ല പരിപാടിയും കാണും ഇല്ലേ? അതുകൊണ്ട് ഈ വധൂവരന്മാർ വന്നിരിക്കുന്നവരെല്ലാം സൽക്കരിച്ച് വിട്ടിട്ട് നല്ലവണ്ണം മദ്യപിച്ച് രാത്രി 1 മണിയാകുമ്പോഴാ വിവാഹബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ആദ്യ രാത്രി.
കുടിച്ച് മതിച്ച് ബോധമില്ലാതെയാണ് കീറുന്നത്. അന്നൊരു കുഞ്ഞുണ്ടാകുകയാണെങ്കിൽ എങ്ങനെ ഇരിക്കും ആ കൊച്ച്? അതുപോലെ ഇരിക്കും. മനസ്സിലായി? അപ്പൊ അങ്ങനെയാണെങ്കിൽ നല്ല മനോഹരമായ വിവാഹ ഉദാശയ്ക്ക് ശേഷം അന്ന് രാത്രിയിൽ വീട്ടുകാരും കൂട്ടുകാരുമായിട്ട് അവിഹിത ബന്ധം പുലർത്തി അല്ലെങ്കിൽ മദ്യപിച്ച് ബോധമില്ലാതെ ആ ഒരു കുഞ്ഞുണ്ടായതെങ്കിൽ ആ കുഞ്ഞിനെ സ്വഭാവം വരുമോ? അതിന് ആർക്കാണ് ദുഃഖം? യേശുവിനാണ് ദുഃഖം. അപ്പോൾ ഓരോ കൂദാശയും കഴിഞ്ഞാൽ ഈ പരീക്ഷയുണ്ട്. ഓരോ കുർബാനയും കഴിഞ്ഞാൽ അച്ഛന്മാർക്ക് പരീക്ഷ ഉണ്ടെന്നറിയാമോ? ഞാനൊരു ഭാഗം നിങ്ങൾ വായിച്ച് കേൾപ്പിക്കാം. നിങ്ങളെല്ലാം പോയി കഴിയുമ്പോഴും അച്ഛൻ പിന്നെ ഇവിടെ നിൽക്കുക. എന്തിനാണെന്നറിയാമോ? നിങ്ങളെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം പറഞ്ഞു കേൾപ്പിക്കുക. ഈ കുർബാന കഴിഞ്ഞ് അനുഗ്രഹകരമായ കുർബാനയിൽ പുരോഹിതന്മാർ ജനങ്ങൾക്ക് പാപമോചനം തരുന്നു. കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ നിങ്ങളുടെ വായിൽ വെച്ച് തരുന്നു. നിങ്ങളെ പാപം മോചിക്കുന്നു. നിങ്ങളെ അനുഗ്രഹിക്കപ്പെട്ട ഇവിടുന്ന് പറഞ്ഞു വിടുകയാണ്. അപ്പോൾ ആ അച്ഛനോട് വിചാരിച്ചതിന് വിരോധം കാണുകയില്ലേ? അപ്പോൾ ഈ അച്ഛൻ പോകാൻ നേരത്ത് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന കേൾക്കണോ? പോകാൻ നേരത്തെ ഏറ്റവും അവസാനത്തെ ഒരു പ്രാർത്ഥനയുണ്ട്. അതെന്താ അതിന് അങ്ങനത്തെ പ്രാർത്ഥന എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുകയും വേണം. ഇടത് കൈയും വലത് കൈയും പരിശോധിച്ചുകൊണ്ടൊരു പ്രാർത്ഥനയുണ്ട്. അത് ഇടത് കൈയും വലത് കൈയൊക്കെ പരിശോധിക്കുന്നത്, ഇടത് കൈയും വലത് കൈയും കൊണ്ട് പല പണികൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് പരിശുദ്ധ കുർബാന അനുഭവിച്ച ശേഷം വലത് കൈയും ഇടത് കൈയും പരിശോധിച്ചുള്ള പ്രാർത്ഥനയിൽ എന്റെ അധരങ്ങൾ നിന്റെ മഹത്വങ്ങളെയും എന്റെ വായ നിന്റെ സ്തുതികളെയും ഉച്ചരിക്കുമാറാകണമേ. ഞാൻ നിന്നോട് ചെയ്തു പോയ ചില പാപങ്ങളും ക്ഷമിക്കണമെന്നാ പറയും. അച്ഛൻ കുർബാന കൊടുത്തേച്ച് എന്നാ പാപം ചെയ്തത്? പാപോദന പ്രാർത്ഥന നടത്തിയിട്ടാണ് കയറിയത്. പാപോദന പ്രാർത്ഥന നടത്തിയിട്ടാണ് കയറിയത്. കുർബാന അനുഭവിച്ചു, അനുഗ്രഹമൊക്കെ വാങ്ങിച്ചതിന് ശേഷം പിന്നത്തെ പാവം എന്നാ? ഈ അച്ഛൻ മധുവായി എന്നുകൊണ്ട് ഈ കൈ കൊണ്ട് എന്നാ പാവം എന്നെ ചെയ്യുന്നത്? എന്താ നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്താണെന്നുള്ളതാണ്. അപ്പൊ ഞാൻ നിന്നോട് ചെയ്തു പോയ സകല പാപങ്ങളും നിന്റെ കൈകളിലെയും കാലുകളിലെയും ആണികളെയും പ്രതി വിലാവ് കുത്തി തുറന്ന് കുന്തത്തെ പ്രതി എന്നോട് ക്ഷമിക്കുന്നതിന് ശേഷം ആ യാചന നടത്തുക. ഇതിന് മുമ്പാകെ ഇത് വലത്ത് കൈ വിരൽ 2 പ്രാവശ്യം ശോധന ചെയ്തുകൊണ്ട് നടത്തുന്ന പ്രാർത്ഥന. വലത്ത് കൈ കൊണ്ട് ചെയ്യുന്ന പാപം എന്നാ? ഒരു പുരോഹിതൻ വലത്ത് കൈ കൊണ്ട് ചെയ്യുന്ന പാപം എന്നാണ്? എന്റെ അധരങ്ങൾ നിന്റെ മുഖത്തുള്ള എന്റെ വായ നിന്റെ സ്തുതികളെ ഉച്ചരിക്കുമാറാണ്. ഞാൻ നിന്നോട് എന്നെ വലത്ത് കൈ കൊണ്ട് ചെയ്ത പാപം നിന്റെ കയ്യിലെ ആണിപ്പാട് ഓർത്ത് എന്നോട് ക്ഷമിക്കണമെന്ന് പറയാം. എന്താണെന്നറിയാമോ? ഈ വലത്ത് കൈ കൊണ്ട് നിങ്ങളുടെ എല്ലാം തലയെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പാപം ഇങ്ങോട്ട് കയറുക. അതറിഞ്ഞിരിക്കണം. നിങ്ങൾക്ക് പാപബോധമില്ലാതെ ചുമ്മാത്തൊരു പ്രകസനം പോലെ ഭൂസ്വയം പ്രാപിക്കാൻ വന്നൊന്ന് ഭൂസ്വയം പ്രാപിച്ചാൽ കുഴപ്പം എന്നാണെന്നറിയാവോ? നിങ്ങളുടെ തലയുടെ മുകളിൽ നിൽക്കുന്ന പാവം അച്ഛൻ്റെ കയ്യിലൂടെ അകത്തോടെ കയറും. അച്ഛൻ കൊണ്ട് നടക്കണം. അതുകൊണ്ടാണ് അച്ഛന്മാർക്ക് തിരുമേനിമാർക്കും ഇന്ന് വിലയില്ലാതിരിക്കുന്നത്. ആരാ അവരെ വിലയില്ലാതാക്കിയത്? ജനങ്ങളാ. നിങ്ങൾ നാമധേയ ക്രിസ്ത്യാനികളായി സത്യകുമ്പസാരം നടത്താതെ ഭൂസ്വയം എന്ന് പറഞ്ഞൊരു പരിപാടി വെച്ചിരിക്കും. നമ്മൾ പൊയ്ക്കോളുക, തല വെച്ചോളൂ, കൊടുത്തോളുക. ഇതെല്ലാം അച്ഛൻ്റെ കയ്യിലോട്ട് കയറി അച്ഛൻ കൊണ്ട് നടക്കുക. അപ്പം നിങ്ങൾക്ക് ഈ അനുഗ്രഹം എല്ലാം കോരി തന്ന കയ്യിൽ നിങ്ങളുടെ പാപവും ശാപവും വരരുതെന്നുള്ളൊരു ബോധം ഉണ്ട്. അതാണ് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണേന്ന് വെച്ചുമ്പോൾ ഒരു ഭംഗിവാക്കല്ല. കുർബാന കഴിയുമ്പോൾ നമ്മൾ പറഞ്ഞ് മക്കളെ പ്രാർത്ഥിച്ചോണം കേട്ടോ, നിങ്ങളുടെ ഇതിൽ എൻ്റെ കയ്യിലായി. ഇനി ഞാനിതും കൊണ്ട് നിലവിളിക്കുക. ഇതിനെ ദൈവസന്നിധിയിൽ കൊണ്ടുപോയി പരിഹാരം വരുത്തി ദണ്ഡ നമസ്കാരം നടത്തി പ്രാർത്ഥിച്ച് മുമ്പിട്ട് നിലവിളിച്ചാൽ എൻ്റെ കയ്യിൽ നിന്ന് ഇത് മാറുള്ളൂ. കൊച്ചു കാര്യമില്ലത്. അതുകൊണ്ട് ദൈവം അതിന് കൃപ തന്നാലേ അടുത്ത കുർബാനയല്ല പറ്റുള്ളൂ. അതിന് മുമ്പേ പോകാം, ചിലപ്പോൾ തട്ടിപ്പോകാൻ സാധ്യതയുണ്ട് എന്നാ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പം വലത്ത് കൈ കൊണ്ട് അച്ഛൻ ചെയ്യുന്ന പാപം എന്നതാണ് ജനങ്ങളുടെ പാപശാപങ്ങൾ ഏറ്റുവാങ്ങി അവിടെ തലയിലേക്ക് അനുഗ്രഹം വെച്ചു കൊടുത്തു. അവിടെ ശാപം ഇങ്ങോട്ട് തിരിച്ചു വാങ്ങി. 2 പ്രാവശ്യം പരിശോധിക്കണമെന്നാണ് പറഞ്ഞത്. ഒരു പ്രാവശ്യം പോരാ. കാരണം പല ഇനം അനുഗ്രഹങ്ങളാണ് കയ്യിൽ കൂടെ പോയിരിക്കുന്നത്. അതെല്ലാം കിട്ടുന്നിടത്ത് കിട്ടിയോ കൊടുക്കേണ്ടടുത്ത് കൊടുത്തോ എന്ന് വിചാരിച്ച് പരിശോധിക്കണമെന്നാണ് പറയുന്നത്. ഇനി ഇടത്ത് കൈ പരിശോധിക്കുക. ദൈവമായ കർത്താവെ സകല ഉപദ്രവങ്ങളിൽ നിന്നും എന്നെ കാത്തുകൊള്ളണം. അപ്പം ഇടതുവശത്തോടെ ഉപദ്രവം വരും. ഇടതുവശത്ത് നിൽപ്പണ്ട് മറ്റവൻ. നിന്റെ വലത്ത് കൈ എനിക്ക് സഹായമായിരിക്കണം. അപ്പൊ ബലഹീനമായ ഇടത്ത് കൈയെ കർത്താവിന്റെ വലത്ത് കൈ കയറി പിടിക്കണം. എങ്കിലേ പരീക്ഷ ജയിക്കാൻ. എന്റെ ബലഹീനമായ ഇടത്ത് കൈയിൽ നിന്റെ വലത്ത് കൈ കയറി പിടിക്കണം. പുറകിൽ നിന്നാലും മുമ്പിൽ നിന്നാലും കർത്താവിനെ ഇടത്ത് കൈ കൊണ്ട് ഇടത്ത് കൈ പിടിക്കാൻ സൗകര്യമോ? കർത്താവിന് മുമ്പിൽ പോയി മുട്ടികുത്തി ഈ ബലഹീനമായ ഇടത്ത് കൈ കൊണ്ട് നീട്ടിക്കൊടുക്കാമെങ്കിൽ കർത്താവ് അവിടെ നിന്നുകൊണ്ട് വലത്ത് കൈ കണ്ട് പേടിക്കണ്ട, ഞാൻ നിന്റെ കൈ പിടിച്ചിരിക്കുന്നു, കൈ എന്ന് പറയുക. അപ്പോൾ നിന്റെ വലത്ത് കൈ എനിക്ക് സഹായമായിരിക്കണം. ഇടത്തേതിലെടുത്ത സകല പ്രവൃത്തിയിൽ നിന്ന് എന്നാൾ തന്നെ കാത്തുകൊള്ളണം.
അപ്പം വലത്ത് കൈ കൊണ്ട് കുർബാന കൊടുക്കുന്ന അച്ഛൻ്റെ ഇടത്ത് കൈ കൊണ്ട് പാപം ചെയ്യിപ്പിക്കാൻ പിശാചിന് പരിപാടിയുണ്ട്. അച്ഛന്മാരെ കൊണ്ട് അങ്ങനെ ഇടത്ത് കൈ കൊണ്ട് പാപം ചെയ്യിപ്പിച്ചാണ് അച്ഛന്മാരുടെ കുടുംബം തകർന്നു പോകുന്നത്. അച്ഛന്മാരുടെ മക്കളെ കഴിച്ചു പോകുന്നതിൻ്റെ കാര്യം, അച്ഛന്മാരുടെ ഭാര്യമാർ പഴിക്കുന്നതിൻ്റെ കാര്യം. എന്താ കാര്യം? ഇടത്ത് കൈ കൊണ്ട് വേണ്ടാത്തത് ചെയ്യിക്കാനും പറയിപ്പിക്കാനും പിശാച് മിടുക്കനാണ്. ഇതൊന്നും ചൊല്ലാൻ നേരമില്ലെന്ന്. ഇത് കുർബാന കഴിഞ്ഞ് കാപ്പായി മാറ്റിയിട്ട് അവരടുത്ത കാപ്പി പിടിക്കാൻ പോവുക. ഇതിൻ്റെ ഒന്നും അർത്ഥം ചിന്തിക്കാൻ മനസ്സിലാക്കുന്നവർക്ക് നേരമില്ല. ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്. എന്ന് കഴിഞ്ഞാൽ നേരമില്ല. ആളുകൾ ഇവിടെ നിന്ന് നിൽക്കുക. ഇനി അടുത്ത കാര്യം സമാധാനത്തോടെ പോകാൻ പറഞ്ഞാൽ സമാധാനം കിട്ടുന്നില്ല. പിന്നെ കൗൺസിലിംഗ് വേണം, പിന്നെയും കുമ്പസാരം, പിന്നെയും സങ്കടം പറച്ചിൽ. ഈ അച്ഛനൊന്ന് പ്രാർത്ഥിക്കാൻ അവസരം കൊടുക്കുമോ? മനസ്സിരുത്തി ഇടത്ത് കൈയും വലത്ത് കൈയൊക്കെ പരിശോധിച്ച് ഇനി നീക്കുപോക്കൊക്കെ വരുത്തി അടുത്ത കുർബാനയ്ക്കുള്ള ഒരുക്കം പിന്നെ തുടരുകയാണ്. അത് നിങ്ങളിവിടെ നിന്ന് അറിഞ്ഞാട്ടുള്ള. അപ്പോൾ ഇടത്ത് കൈയും വലത്ത് കൈയൊക്കെ പരിശോധിച്ചൊന്ന് പ്രാർത്ഥിച്ച് അച്ഛൻ ചുവന്ന് ഇറങ്ങി വേണ്ടെന്ന് വിചാരിച്ച് നിങ്ങളൊന്ന് മാറിയൊന്ന് പ്രാർത്ഥിക്കുമോ? അതുകൊണ്ട് നിങ്ങൾ ആ പിടിച്ചേച്ച് ഉടനെ വന്ന് ഇവിടെ മുട്ടുകയല്ല വേണ്ടത്. നിങ്ങൾ ഏതെങ്കിലും കുരിശിൻ്റെ അടുത്ത് പോയി എനിക്ക് കുർബാന അനുഗ്രഹം തന്നെ അച്ഛൻ വീഴരുത്, അച്ഛനെ പരീക്ഷിക്കാൻ വിചാരിച്ച് ചെല്ലുമ്പം നീ കയ്യെ പിടിച്ചോണം എന്ന് പറഞ്ഞ അച്ഛന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞില്ല. മനസ്സിലായോ? അങ്ങനെ അന്യോന്യമുള്ള പ്രാർത്ഥനയിൽ കൂടെ ഇവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞത്. ഇങ്ങനെ ഒത്തിരി പ്രാർത്ഥനകളുണ്ട്. അവസാനം ഈ ബലിപീഠത്തോട് യാത്ര പറയുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈ ബലിപീഠത്തിൽ കർത്താവും മാതാവും യോഹന്നാൻ സ്ലീഹായും യോഹന്നാൻ ആബ്ദാനായും ഉണ്ട്. ഇവരെ വിളിച്ചോണ്ടാ കുർബാന. അവരിവിടെ ഇരിപ്പുണ്ട്. അവരോട് യാത്ര പറഞ്ഞേച്ചാണ് പോകുന്നത്. മാതാവേ, യോഹന്നാൻ സ്ലീഹായേ, ഇനി ഇവിടെ വരാൻ ഇരിക്കുമെന്ന് എനിക്ക് എന്നെ ഒന്ന് ഓർത്തോണേ, പരീക്ഷ വീഴാതെ കാത്തോണേ, ഇനി ഇവിടെ ചൊല്ലാൻ ഒക്കുമല്ലോ എനിക്ക് അറിഞ്ഞുകൂടാ. ഇതുപോലെ മരണവുമായി മല്ലടിക്കുന്നതാണ് ശുശ്രൂഷ. അത് ജനങ്ങളും പുരോഹിതരും ഒത്തൊരുമിച്ച് ചെയ്യേണ്ടതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ഇന്നത്തെ അനുഗ്രഹകരമായ ശുശ്രൂഷ കഴിഞ്ഞ് ഇനിയൊരു ഭയങ്കര പരീക്ഷ വരാൻ പോകുന്നു. ആ പരീക്ഷ ജയിക്കണമെങ്കിൽ ചില നിർദ്ദേശങ്ങളൊക്കെ തരാൻ പോവാണ്. ധ്യാനം കഴിഞ്ഞ് സ്വാഭാവികമായി ഉണ്ടാകുന്ന സന്തോഷത്തിൽ മതിമറന്ന് അമിത സംസാരത്തിൽ മുഴുകി അലസമായ സമയം കളയരുത് കേട്ടോ. പിശാചിരുന്നൊരു പരീക്ഷ വലിയ ഉല്ലാസമായിരിക്കും, വലിയ ആഘോഷമായിരിക്കും, വലിയ കുശലം ചോദ്യവും ഭയങ്കര സ്നേഹപ്രകടനങ്ങളും ഒക്കെ ചെയ്യാൻ തോന്നും. പക്ഷെ അതിനകത്ത് ആരുടെ ഗണിയുണ്ട്? കിട്ടിയ യേശുവിനെ പോകാതെ കൊണ്ടു നടക്കുക നല്ലത്. മനസ്സിലായോ? അതുകൊണ്ട് ഈ അനുഗ്രഹകരമായ ശുശ്രൂഷ കഴിഞ്ഞാൽ കുരിശിന്റെ ചുവട്ടിൽ പോയിരുന്ന് കിട്ടിയ അനുഗ്രഹം നഷ്ടപ്പെടാതെ കുരിശിന്റെ ചുവട്ടിൽ നിന്ന് ഉയർപ്പിന്റെ സ്വർഗാരോഹണത്തിന്റെ അനുഭവത്തിൽ ഫലം കിട്ടി ആത്മാവ് ശക്തിപ്പെട്ട് ബലപ്പെട്ടതിന് ശേഷം ആരോടും മിണ്ടിയാൽ മതി. ശക്തി പ്രാപിച്ചിട്ട് സാക്ഷ്യം പറഞ്ഞാൽ മതി എന്നുള്ള കാര്യം. ധ്യാനം കഴിയുന്ന ദിവസം പിറ്റേ ദിവസത്തെ കുർബാനയ്ക്ക് വേണ്ടി നേരത്തെ ഒരുക്കി വരണമെന്നാണ്. ഈ ഒരു ധ്യാനം കഴിഞ്ഞാൽ ഉടനെ കുർബാനയ്ക്ക് ഒരുങ്ങണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു കുർബാന കഴിഞ്ഞാൽ അടുത്ത കുർബാനയ്ക്ക് ഒരുക്കമാണ്. അപ്പോൾ കുർബാനയിൽ നിന്ന് കുർബാനയിലേക്കുള്ള നമ്മുടെ യാത്രയാണ്. ധ്യാനം വഴി ലഭിച്ച ദൈവിക വരങ്ങളെയും അഭിഷേകങ്ങളെയും ഓർത്ത് നെകളിച്ച് നടക്കരുത്. നിയന്ത്രണം പാലിക്കണം. നെകളിക്കാൻ തോന്നും. അതുകൊണ്ട് വിനയത്തോടെ ഇത് നഷ്ടപ്പെടല്ലേ എന്ന് പറഞ്ഞ് ഭയത്തോടും വിറയലോടും കൂടെ വേണം കുർബാനയ്ക്ക് ശേഷം പോകാൻ. ധ്യാന ദിവസങ്ങളിൽ കുറച്ചു പേർക്ക് രോഗശാന്തി അത്ഭുതങ്ങളും ഉണ്ടാകും, ചിലർക്ക് കിട്ടുകയില്ല. എനിക്കൊന്നും കിട്ടിയില്ലല്ലോ എന്ന ചിന്ത ആരെയും ഭരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. കാരണം എല്ലാവർക്കും ഒരുപോലെയല്ല അനുഗ്രഹം, ഒരേ സമയത്തല്ല, ഒരുപോലെയല്ല, ഒരേ കാലത്തല്ല. കാലത്തകമെന്ന് പറയും. ആരും നിരാശപ്പെടരുത്. എല്ലാവർക്കും കിട്ടിയ പോലെ എനിക്ക് കിട്ടണമെന്ന് ശടിക്കരുതെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ദൈവം നിശ്ചയിച്ചിട്ടുള്ളതാണ് തരിക. അതും ദൈവത്തിൻ്റെ സ്വന്തം സമയത്ത് മാത്രം. നാം ചോദിക്കുന്ന ഉടനെ ആയിരിക്കണമെന്നില്ല. കാലതാമസമുണ്ട്. അത് നീതിയാണ്, ന്യായമാണ്. സമയത്തെ ദൈവം കൊടുക്കുകയുള്ളൂ, ആ സമയത്ത് ദൈവം കൊടുക്കുകയില്ല. കുമ്പസാരവേളയിൽ ഉപേക്ഷിച്ച പാപങ്ങൾ ചെയ്യണമെന്ന് ചിലർക്ക് ശക്തമായ പ്രേരണയുണ്ടാവും. ഇപ്പം നമ്മളത് തീരുമാനപ്പെടുത്തിയിരിക്കുക. നമ്മൾ വേണ്ടാന്ന് വെച്ചിരിക്കുന്നത് വേണമെന്ന് പറഞ്ഞ് പിശാച് കുറേ വരും. അത് പരീക്ഷയാന്ന് വിചാരിച്ചോ, അന്നേരം പ്രാർത്ഥിച്ചോ. പുകവലി ഉപേക്ഷിച്ചവർക്ക് പുറത്തിറങ്ങുമ്പോഴേ നല്ലോണം ഒന്ന് വലിക്കണമെന്ന് തോന്നും. ബീഡി സിഗരറ്റൊക്കെ കിട്ടുന്ന കടയിലോട്ട് ഓടിപ്പോകാൻ തോന്നും. ആരെങ്കിലും വലിക്കുന്ന കണ്ടാൽ അത് ഭയങ്കര പരീക്ഷയായിരിക്കും. ഇങ്ങനത്തെ പരീക്ഷ ഉപേക്ഷിച്ചത് തിരിച്ചു തരാൻ, തിരിച്ച് ചെയ്യിപ്പിക്കാൻ പിശാച് പരീക്ഷിക്കും. പിശാചിനെ ചെറുത്ത് നിർത്തി അവൻ നിങ്ങൾ നോടി അകന്നുകൊള്ളും. മൗന സമ്മതം എന്ന് പറഞ്ഞിരുന്നാൽ അവൻ നമ്മളെ കൊണ്ട് പോയിരിക്കും. എതിർത്ത് നിൽക്കണമെന്നാണ് യാക്കോബ് 4:7. മദ്യപാനം ഉപേക്ഷിച്ചവർക്ക്, ലോട്ടറി എടുക്കൽ നിർത്തിയവർക്ക്, തെറി പറയുകയില്ല എന്ന് തീരുമാനിച്ചവർക്ക് അത് തന്നെ ചെയ്യാനുള്ള പരീക്ഷ. ലോട്ടറി ടിക്കറ്റിനോട് വീട്ടിലാളുകൾ 2 കോടിയുടെ എടുത്തോളാൻ പറയും. ലോട്ടറി ടിക്കറ്റ് എടുക്കുന്ന പാവാണെന്നറിയാവോ? എന്താ കാരണം? ചുമ്മാ ചൊളിവിൽ പൈസ കിട്ടാൻ.
അധ്വാനിച്ചിട്ടാണ് ജീവിക്കേണ്ടത്. അല്ലെ ഫ്രീ ആയിട്ട് എനിക്ക് പൈസ വേണ്ട. ആ ഒരു അല്ലെ അന്യായമായിട്ട് എങ്ങനെയാലും ലോട്ടറി അടിച്ച് എനിക്ക് വേണ്ട, എനിക്ക് അധ്വാനിച്ചിട്ട് മതിയെന്ന് വിചാരിക്കണം. അതൊരു പരീക്ഷയാണെന്ന് പറഞ്ഞില്ലേ. അങ്ങനത്തെ പരീക്ഷയിൽ ജയിക്കണമെങ്കിൽ കർത്താവേ എന്നെ കൈവിടല്ലേ, ഇതാ പരീക്ഷ വരുന്നു, പരീക്ഷ ജയിക്കാനുള്ള പോക്ക് വഴി കണ്ടിട്ടുള്ള ആ വഴി ഏതാണ് എന്ന് ചോദിച്ച് പ്രാർത്ഥിച്ചില്ലെങ്കിൽ പോക്കാണ്. നീതിമാൻ വിശ്വാസം പോലെ ജീവിക്കും, അവൻ പിന്മാറുന്നെങ്കിൽ അവന്റെ ആത്മാവ് അവനിൽ പ്രസാദിക്കുകയും. പിന്മാറ്റാനാണ് അവന്റെ പരിപാടി. പിന്മാറി നശിപ്പിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണ് നമ്മൾ. എബ്രായർ 10:38-39. ധ്യാനവും കുർബാനയും കഴിഞ്ഞ് പഴയ ജീവിത സാഹചര്യങ്ങളിലേക്ക് മടങ്ങിയെത്തുന്ന ദിവസങ്ങൾ പ്രധാനപ്പെട്ടവയാണ്. ധ്യാന അരൂപി നമ്മൾ പ്രവർത്തിച്ചു തുടങ്ങുന്നതിനെ വിവേചിച്ചറിയുക. ഈ അവസരത്തിൽ പഴയ സുഹൃത്ത് ബന്ധങ്ങളിലേക്ക് മദ്യപാനം, ഭഗവതിയെ മയക്കുവരുന്ന ചീട്ടുകളി, ജഡീകഭാവത്തിന്റെ അടിമത്തം മുതലായവ സാത്താൻ കൂട്ടിക്കൊണ്ടുപോകുവാൻ സാധ്യതയുണ്ട്. ദൈവത്തിന്റെ അനുവാദത്തോടെ തന്നെയായിരിക്കും അത്. കാരണം ധ്യാനം കേട്ടെല്ലാം പഠിച്ച ആളാണ്, ഇത് പ്രയോഗിക്കുമില്ലെന്ന് അറിയണമെന്ന് അവൻ പറഞ്ഞത്. കർത്താവ് നീ നോക്കോ, ഞാൻ ശരിക്കും പഠിപ്പിച്ചിട്ടുണ്ടെന്ന് പറയും. പക്ഷെ പഠിച്ചത് മറന്നുപോയാലോ പരീക്ഷ തോക്കുകയും ചെയ്യും. അപ്പൊ ആ കാര്യം അപ്പം ഈ വിധത്തിലുള്ള പ്രേരണകൾ വരുമ്പോൾ യേശു നാമം ഉച്ചരിച്ചുകൊണ്ട് അതിനെ യേശുവിന്റെ രക്തം, യേശുവിന്റെ നാമം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. മാതാവിനെ വിളിക്കണം, മീഖായേൽ മാലാഖയെ വിളിക്കണം. ഇതൊക്കെ ചെയ്യണം. യാക്കോബ് 4:4 വിശ്വസ്തത പുലർത്തുന്നവരെ ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ലോകത്തിന്റെ മിത്രമാകാൻ ആഗ്രഹിക്കുന്ന തന്നെത്താൻ ദൈവത്തിന്റെ ശത്രുവാക്കും. അപ്പൊ ദൈവത്തിന്റെ ശത്രുവാക്കാൻ വേണ്ടി പിശാച ദൈവത്തിന്റെ ശത്രുക്കളെ കൂട്ടിനുകൊണ്ടുവരും. അവരുടെ നോ പറഞ്ഞ് എനിക്ക് എൻ്റെ കർത്താവ് മതിയെന്ന് പറയാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മൾ ഒറ്റപ്പെടാൻ സാധ്യതയുണ്ട്. കൂട്ടുകാരില്ലാതെ വരും. അപ്പൊ കർത്താവ് കൂട്ടായിരിക്കും. ആ ധൈര്യം വേണം. തിരിച്ച് നാട്ടിലെത്തിയാൽ നിർബന്ധമായും അന്ന് കുടുംബാംഗങ്ങളോടൊപ്പം സന്ധ്യാപ്രാർത്ഥനയ്ക്ക് കൂടണം. സാധിക്കുമെങ്കിൽ അന്ന് തന്നെ, അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ദിവസം വികാരിയത്തിനെയും ആത്മീയ ഗുരുക്കന്മാരെയും കണ്ട അനുഭവങ്ങൾ പങ്കുവയ്ക്കണം. ധ്യാനമന്ദിരത്തിൽ പോയി കിട്ടിയ അനുഭവം ആരുമായിട്ട് പറയണം? വികാരി അച്ഛനോട് പറഞ്ഞ് അച്ഛൻ്റെ അംഗീകാരം വാങ്ങിച്ചാൽ മാത്രമേ നിലനിർത്തുള്ളൂ. കുഷ്ഠരോഗി സുഖപ്പെട്ടപ്പോൾ അച്ഛനെ പോയി കാണാൻ പറഞ്ഞു. കാണാത്തവരെല്ലാം വീണ്ടും നഷ്ടപ്പെട്ടു പോയി. ഇപ്പൊ ധ്യാന ദിവസങ്ങളിൽ ശുശ്രൂഷ ചെയ്ത് ഏതെങ്കിലും ശുശ്രൂഷകനെ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ലെന്നിരിക്കട്ടെ, വീട്ടിലിരുന്ന് അവിടെ കുറ്റം പറയരുത്. അത് വേറൊരു പരീക്ഷയാണ്. നിങ്ങൾക്ക് എല്ലാ അച്ഛന്മാരെ ഇഷ്ടപ്പെട്ടെന്ന് വരികയില്ല, എല്ലാ ധ്യാന ഗുരുക്കന്മാരെ എല്ലാവരുടെയും പ്രസംഗം ഇഷ്ടപ്പെട്ടെന്ന്. ചില പ്രസംഗത്തിനിടയിൽ അന്യഭാഷ പറഞ്ഞെത്തിക്കും, പ്രാർത്ഥിക്കും അന്യഭാഷ പറയും. എന്തിനാ ഈ ശബ്ദം, ഇതൊക്കെ എന്നാ കളി, ഇത് പ്രാർത്ഥന, ഇതെന്നാ കപടഭക്തിയാന്നൊക്കെ പറയാൻ സാധ്യതയുണ്ട്. നമുക്ക് എല്ലാ ശൈലികളും മനസ്സിലാകണമെന്ന് ഇല്ല. എനിക്ക് മനസ്സിലാവുന്നില്ല, അതെ ഞാൻ വിധിക്കുന്നില്ല, അത് നീ പറഞ്ഞിട്ടാണെങ്കിൽ അത് എനിക്ക് മനസ്സിലാക്കി താന്ന് പറയാതെ. നമുക്കെല്ലാം മനസ്സിലാകണമെന്ന്, എല്ലാവരെയും ഇഷ്ടപ്പെടണമെന്നില്ല, എല്ലാവരെയും ഇഷ്ടപ്പെടാൻ ഒക്കെയില്ല. അവരെയും കർത്താവ് സഹിക്കുന്നില്ലേ? എല്ലാത്തരം മനുഷ്യരെയും കർത്താവ് സഹിക്കുന്നില്ലേ? ഇഷ്ടമില്ലാത്തവരെയും ഭാവികളെയൊക്കെ ആ കുറവ് എനിക്ക് തരണമെന്ന് പറയുക. അപ്പൊ ഇഷ്ടമില്ലാത്തവരെ കുറ്റം പറയുന്ന വേറൊരു ഭാവമാണ്, ഏറ്റു പറയേണ്ട ഭാവമാണ്. നിങ്ങൾ വിധിക്കരുത്, നിങ്ങളും വിധിക്കപ്പെടുകയില്ല. കുറ്റാരോപണം നടത്തരുത്, നിങ്ങളുടെ മേലും കുറ്റം ആരോപിക്കപ്പെടുകയില്ല. ലൂക്കോസ് 6:37. ഏതെങ്കിലും പ്രധാന ശുശ്രൂഷകളെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വിമർശിക്കുകയോ നിന്ദിക്കുകയോ അരുത്. അതൊരു പരീക്ഷയാണ്. പിശാച് മനഃപൂർവ്വം ചില കാര്യങ്ങളിൽ ഇഷ്ടപ്പെടാത്ത സംഭവം ഉണ്ടാവും. അപ്പൊ കുർബാന കഴിഞ്ഞ് ഇപ്പൊ ഈ ഗേറ്റിന്റെ അപ്പുറം നിൽപ്പുണ്ട് നിങ്ങളെ പരീക്ഷിക്കാനുള്ളത്. ഇവിടെ അകത്തോട്ട് കയറാനൊക്കെയില്ല. ഗേറ്റ് കടന്നു കഴിയുമ്പോൾ പരീക്ഷ നടത്തണമെന്ന് വിചാരിച്ചോളൂ. നമ്മുടെ ബലഹീനത വെളുക്കിയാടത്തക്ക തരത്തിൽ ഓരോ സംഭവങ്ങൾ അവനവിടെ ഉണ്ടാക്കുകയാണ്. വഴിയിൽ കുരുക്കുണ്ടാക്കും, വഴിയിൽ തടസ്സങ്ങളുണ്ടാക്കും, നമ്മളുടെ ക്ഷമയുണ്ടോ എന്ന് പരിശോധിക്കും, പറഞ്ഞ വചനം പഠിച്ചോ ഓർമ്മയുണ്ടോ എന്നൊക്കെ പരിശോധിക്കും. അനുവാദത്തോടെയാണ്. അതെല്ലാം ഓർത്തുകൊണ്ട് വേണം അങ്ങോട്ട് നല്ലോണം പ്രാർത്ഥിച്ചിട്ടേ ഗേറ്റ് കടന്ന് വെളിയിലോട്ട് പോകുക. പരീക്ഷാ ഹോളിലോട്ട് കയറുകയാണ് എന്ന് വിചാരിച്ചോണം. പരീക്ഷാ ഹോളിൽ കൂട്ടുകാരും സഹായികളാരും ഒറ്റയ്ക്കാണ്. ഒറ്റയ്ക്ക് പരീക്ഷയെ. അപ്പം അകത്തെ വചനം കൊണ്ട് മാത്രമേ പുറത്തെ പരീക്ഷ ജയിക്കാൻ സാധിക്കുകയുള്ളൂ. നിന്ദിക്കരുത്, നിന്ദിച്ചാൽ നിങ്ങളുടെ ബന്ധനങ്ങൾ കഠിനമാകും. യെശയ്യാ 28:20. അപ്പൊ നമ്മളെ കൊണ്ട് നിന്ദിപ്പിച്ചിട്ട് ഒരു കെട്ടുകൂടെ ഇടാവാനൊക്കെ എന്നുള്ള വിചാരിച്ച കെട്ടഴിച്ചേച്ച് അങ്ങോട്ട് ചെല്ലുന്നത് ഫ്രീ ആയിട്ട് ഹാപ്പിയായിട്ട് പോവുക. കെട്ടൊക്കെ അഴിച്ച് പുതിയ കെട്ട് ഞാൻ ഇടിക്കുമെന്ന് പറഞ്ഞ് കെട്ടിടാൻ പറ്റിയ ആളിനെ വഴിയിൽ വീട്ടിൽ കാണിച്ചു വെച്ചിരിക്കും. അതുകൊണ്ട് പുതിയ ബന്ധനം വരാതിരിക്കണം. എന്നാ ചെയ്യണം? ആരെയും ഒന്നിനെയും പരിഹസിക്കരുതെന്നാണ്. പരിഹസിച്ചാൽ ബന്ധനത്തിന്റെ എണ്ണം വർദ്ധിക്കും, അതിന്റെ മുറുക്കം, അതിന്റെ ശക്തി വർദ്ധിക്കും എന്നാണ് പറയുന്നത്. തിരികെ പോകുമ്പോൾ ധ്യാന കേന്ദ്രത്തിന്റെ കോമ്പൗണ്ടിന് വെളിയിൽ പിശാചിന്റെ ധ്യാനം നടത്താൻ ആളുകൾ കാണും. ദൈവവചനത്തിന്റെ ധ്യാനമാണ് ധ്യാനമന്ദിരത്തിൽ നടക്കുന്നത്. പിശാചിന്റെ ബോഷ്കിന്റെ ധ്യാനം എവിടെ കാണും? അതിന്റെ വെളിയിൽ കാണും. വെളിയിൽ ആളിനെ നിർത്തിക്കാണ്. അത് ഫ്രീ ആയിട്ട് പലതും കൊണ്ട് തരും. പല ധ്യാനമന്ദിരങ്ങളുടെ അനുഭവത്തിനകത്ത് പറയുന്നു.
ധ്യാനം കഴിഞ്ഞ് ഇറങ്ങിപ്പോകുന്നവരെ തിരിച്ചു പിടിക്കാൻ വേണ്ടി പിശാച് എന്ത് ചെയ്യും? ധ്യാന കേന്ദ്രത്തിന്റെ കോമ്പൗണ്ടിന്റെ വെളിയിൽ ഇറങ്ങുമ്പോൾ കിട്ടുന്ന സൗജന്യ ലീഫ്ലെറ്റുകൾ, കാസറ്റുകൾ, പുസ്തകങ്ങൾ നമ്മളെ കളിപ്പിക്കാനുള്ളതാകാം. ധ്യാന ദിവസങ്ങളിൽ ആത്മാവ് ആരംഭിച്ച ദൈവിക ഇടപെടലുകളെ കെടുത്തിക്കളയുകയോ മനസ്സിനെ മലിനമാക്കുകയോ ചെയ്യുന്ന സാത്താന്റെ തന്ത്രങ്ങളാകാം അവയിലുള്ളത്. അതിനാൽ അവ വാങ്ങരുത്. ദൈവികമല്ലാത്തൊന്നും എനിക്ക് വേണ്ട. അപരിചിതർ കൊണ്ടുതരുന്ന ഒരു സാധനം എനിക്ക് വേണ്ട. അപരിചിതരുടെ കോളും എനിക്ക് വേണ്ട. പരിചയമില്ലാത്തവർ വിളിച്ചാൽ ചിലപ്പം പിന്നെ കേൾക്കുന്ന അശ്ലീല പാട്ടായിരിക്കും. ഉടനെ ഓഫ് ചെയ്തേക്കണം. എന്താ? ഇനി നമ്മളെ വച്ചിക്കാൻ വേണ്ടി ഫോണിൽ കൂടെയും ഇന്റർനെറ്റിലൂടെയും പലരെ ഒരുക്കി വെച്ചിരിക്കും. അപ്പൊ പ്രാർത്ഥിച്ചേട്ടാ, ഈ ഫോൺ ഞാൻ എടുക്കണോ? ഈ ഇമെയിൽ ഞാൻ നോക്കണോ? വേണ്ട മോനെ, ഡിലീറ്റ് ചെയ്തേക്കാൻ പറഞ്ഞേക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ അതിൽ കൂടി ആയിരിക്കും അടുത്ത പിശാച് ഇതൊക്കെ വരാൻ സാധ്യതയുണ്ട്. വിവിധങ്ങളും വിചിത്രങ്ങളുമായ പ്രബോധനങ്ങൾ നിങ്ങളെ വഴിതെറ്റിക്കരുത്. എബ്രായർ 13:9. ധ്യാനം കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ ചില അപ്രതീക്ഷിത സംഭവങ്ങൾ ഉണ്ടാകുന്നത് വഴി ധ്യാനത്തിൽ ലഭിച്ചത് ആത്മീയ ചൈതന്യം മങ്ങിപ്പോകാൻ വന്നിട്ടുണ്ട്. ഇത് ഓരോ ധ്യാന മന്ദിരങ്ങളിലെ അനുഭവങ്ങൾ പഠിച്ചതിന് ശേഷമായി പുസ്തകം. ഒരു പുസ്തകത്തിലെ കാര്യം ഞാൻ വായിച്ച് കേൾപ്പിക്കുന്നു. അപ്പോൾ ഒരാൾ പുസ്തകം എഴുതിയിരിക്കുകയാണ്, ധ്യാനമന്ദിരങ്ങൾ പോയതിന് ശേഷം അനുഗ്രഹം നഷ്ടപ്പെടുന്ന വഴികളെ കുറിച്ചാണ് പറയുന്നത്. വീട്ടിലേക്ക് ചെല്ലുന്ന ദിവസം തന്നെ ദേഷ്യപ്പെട്ട് പൊട്ടിത്തെറിക്കാൻ ഇടവരുത്തും. ദേഷ്യം വരുത്താനുള്ള പരിപാടി ആരെക്കൊണ്ടെങ്കിലും ജയിച്ചിരിക്കും. ഇപ്പം അറിഞ്ഞുകൊണ്ട് വേണം പോകണം. രണ്ടുപേരെ ഉള്ളെങ്കിൽ അടുത്ത ആൾ റോൾ ചെയ്തിരിക്കും. ഒരാളുടെ ബോധം കേട്ടാൽ പോലെ, ഒരാളുടെ ബോധം പോയാൽ മതി, എന്നെ വേണമെങ്കിലും പറയാൻ സാധിക്കും. അതുകൊണ്ട് അനുഗ്രഹകരമായ ശുശ്രൂഷകൾക്കും പ്രാർത്ഥനയ്ക്ക് ശേഷം വീട്ടിൽ ചെല്ലുമ്പോൾ കർത്താവ് ആരിൽ കൂടിയായിരിക്കും പരീക്ഷ വരുന്നത്. അതിനെ ജയിപ്പാൻ എനിക്ക് സഹായിക്കണമെന്ന് പറയും. പശു, കോഴി തുടങ്ങിയവ ചിലപ്പോൾ ചത്തുപോയെന്നിരിക്കും. ഇവിടുന്ന് ഇറങ്ങിപ്പോയ ഭൂതം അതിനെയും കൊണ്ടങ്ങ് പോയെന്നിരിക്കും. അയ്യോ, എൻ്റെ പശു പോയേ, എൻ്റെ കോഴി പോയെന്ന് പറഞ്ഞ് കരയരുത്, എനിക്ക് പകരമാണ് ദൈവം അത് എന്ന് വിചാരിച്ചേക്കാം. ലിഗുവൻ ബാധിച്ചപ്പോൾ 2000 പന്നി പോയ പോലെ അതിൽ സന്തോഷിക്കുക വേണ്ടത്. ഞാൻ ചാകേണ്ടതിന് പറഞ്ഞ പശുവാ ചത്തുള്ളല്ലോ, അല്ലെ നല്ലൊരു പശു പോയെന്നല്ലേ പറയേണ്ടത്. എനിക്ക് പകരം കർത്താവ് ചത്ത പോലെ പശുവും ചത്തിരിക്കുന്നു എന്ന് വിചാരിക്കണം. ശാരീരികമായി യാതൊരു ഉന്മേഷമില്ലാതെ വരും, വല്ലാത്ത ക്ഷീണം. അത് പരീക്ഷയാണെന്ന് വിചാരിക്കണം. യാതൊരു ഉന്മേഷമില്ലാതിരിക്കുക, ചെറിയ അപകടങ്ങളോ മുറിവുകളോ ഉണ്ടാകുക, സാമ്പത്തിക നഷ്ടം സംഭവിക്കുക, രോഗങ്ങൾ വരിക തുടങ്ങിയ ഏതെങ്കിലും വിധത്തിലുള്ള ശോധനയിലൂടെ കടന്നു പോകേണ്ടി വന്നേക്കാം. അപ്പോൾ സാത്താൻ അടുത്ത് വന്നു പറയും, നോക്ക്, നീ ധ്യാനം കൂടിയിട്ട് എന്തുണ്ടായി? നിന്നെ ദൈവം നിന്നെ അനുഗ്രഹിച്ചിട്ടില്ല. അനുഗ്രഹിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ വല്ലതും ഉണ്ടാകുമായിരുന്നോ? നിന്നെ ദൈവത്തിന് എന്നെ ഇഷ്ടമല്ല എന്ന് ഞാൻ ദൈവത്തിനെതിരായ ചിന്തകൾ വരുത്തും. അപ്പോൾ അതിനോട് എന്നാ പറയണം? പോകാൻ പറയണം. ദൈവം എന്നെ സ്നേഹിക്കുന്നു, ദൈവം എന്നെ കൈവിടില്ല എന്ന് പറയണം. സാത്താന്റെ പ്രവർത്തനം ദൈവത്തിനെതിരെ സംശയം ജനിപ്പിക്കുക എന്നുള്ളതാണ് എന്ന് നീ അറിയണം. അപ്പോൾ നീ എന്ത് ചെയ്യണം? വിശ്വാസ ബോധ്യങ്ങൾ പറയണം, വചനബോധ്യങ്ങൾ പറയണം. വിശ്വാസ പ്രമാണം ചൊല്ലുന്നത് നല്ലതാണ്. വിശ്വാസപ്രമാണം ചൊല്ലുക, കൃപ നിറഞ്ഞ മറിയം ചൊല്ലുക, സ്വർഗ്ഗസ്വനായ പിതാവേ ചൊല്ലുക, കുരിശു വരയ്ക്കുക, ജപമാല എടുത്ത് പിടിക്കുക. അപ്പൊ നിൽക്കുവോ? ശത്രുവോക്കോളും. റോമർ 8:28 ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. ആ അറിവ് നമുക്കുണ്ടാകണം. ദൈവം നമുക്ക് ദോഷമായിട്ടൊന്നും ചെയ്യുകയില്ല. എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും എൻ്റെ ദൈവം അതിനെ എൻ്റെ നന്മയ്ക്കാക്കി മാറ്റും. ഇത് ഞാനും നിങ്ങളും വിശ്വസിക്കണം. ഈ ബോധ്യം വേദനയുടെ നടുവിൽ ഇടയ്ക്കിടെ ഉറക്കെ പറയണം. ഞാൻ കർത്താവിനെ സ്വീകാര്യനാണെങ്കിൽ ധ്യാനം കഴിഞ്ഞ് എനിക്ക് എന്തുകൊണ്ട് ഈ ഞെരുക്കം വന്നു എന്ന ചോദ്യം നമുക്കുണ്ടാകാം. വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കൂ. ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത വെടിയരുത്. എന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു. സഹനത്തിന് ചൂളയിൽ കർത്താവിനെ സ്വീകാര്യരായ മനുഷ്യരും ശുദ്ധീകരിക്കപ്പെടുകയാണ്. പ്രഭാഷകന്റെ പുസ്തകം 2:4-5 വാക്യങ്ങൾ. ഈ വാക്യം അന്നേരം ഓർക്കണം. എന്നെ തീക്കകത്ത് സ്വർണം എന്ന പോലെ ശുദ്ധീകരിക്കുകയാണെന്ന് വിചാരിച്ചോ. നിന്റെ ഹൃദയം അവക്രവും അചഞ്ചലവുമായിരിക്കട്ടെ, ആപത്തിൽ അടിപതരരുത് എന്ന് പ്രഭാഷകൻ 2:2 എഴുതിയിട്ടുണ്ട്. 2:2 പ്രഭാഷകൻ 2:2. ആപത്ത് വന്നേക്കാം, അടിപതറാതെ അചഞ്ചലനായി പിടിച്ചു നിൽക്കുന്നവർക്ക് കർത്താവിന്റെ പ്രതിഫലമുണ്ട്. നാം ഉറച്ചു നിൽക്കുമെങ്കിൽ അവനോട് വാഴും. 2 തീമോഥെയോസ് 2:12. 2 തീമോഥെയോസ് 2:12. ധ്യാനം കഴിഞ്ഞ് തിരികെ എത്തുമ്പോൾ ചിലരെങ്കിലും കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടായതായി സാക്ഷിച്ചിട്ടുണ്ട്. ഒരിക്കൽ ഒരു ചേട്ടത്തി നന്നായി ധ്യാനിച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഭർത്താവിനും മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോവുകയാണ്. ഒരാളുടെ സാക്ഷ്യമാണ്.
അപ്പോൾ വീട്ടിൽ നിന്ന് കിട്ടിയ പ്രതികരണം എന്നാണെന്നറിയാമോ? കള്ളപുണ്യാളത്തി എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഈ എതിരേൽപ്പാണ് ആ ചേട്ടത്തിക്ക് കിട്ടിയത്. കള്ളപുണ്യാളത്തി, കള്ളപുണ്യാളൻ എന്നൊക്കെ പേര് നോക്കി കിട്ടും. ആ ധ്യാനിക്കാൻ പോയിച്ച് വന്നിരിക്കുക, പരിശുദ്ധനായിട്ട് കയറി വന്നിരിക്കുക എന്ന് പറയും. അപ്പൊ അന്നേരം എന്നാ പറയണം? ആ സമയം വെറുപ്പ് തോന്നരുത്, ക്ഷോഭം തോന്നരുത്. സ്വർഗത്തിൽ എനിക്ക് പ്രതിഫലം കിട്ടും, എന്റെ നാമം നിമിത്തം പേടിപ്പിക്കും, ദുർവചനം വ്യാജമായിട്ട് പറഞ്ഞാൽ ഭാഗ്യം. ആ ലോട്ടറിയാണ് അടിക്കേണ്ടത്, മറ്റേ ലോട്ടറി അല്ല. ഏത്? എന്റെ ഈ ദൈവനാമത്തിൽ പ്രാർത്ഥിക്കാൻ പോയിട്ട് വന്നു കഴിഞ്ഞുള്ള ആ കുറ്റാരോപണം ലോട്ടറി അടിക്കുന്ന പോലെ സ്വർഗത്തിലെ ലോട്ടറിയാണെന്ന് വിചാരിച്ചു. അതൊരു ഭാഗ്യമാണ്. ആ വാക്കുകൂറി അടുപ്പിക്കുന്നവർക്ക് 10% അനുഗ്രഹം കൊടുക്കണം. ലോട്ടറി അടുപ്പിക്കുന്നവർക്ക് ഒരു ഗുണമുണ്ട്, 10% അവർക്കുള്ള. അപ്പൊ അതുകൊണ്ട് നമ്മളെ ആരെങ്കിലും ചീത്ത വിളിച്ചെങ്കിൽ, കുറ്റം വിളിച്ചെങ്കിൽ ഉടനെ കർത്താവെ വിവരം പറഞ്ഞ ലോട്ടറി അടിച്ചിട്ടുണ്ട്, 10% ഇയാൾക്ക് കൊടുത്തേക്കണം, 90% എനിക്ക് തന്നാൽ മതിയെന്ന് പറയും. നന്ദി മനസ്സിലായോ? അവർക്ക് നന്ദി പറയണം. എനിക്ക് ലോട്ടറി അടുപ്പിച്ചതിന് വളരെ നന്ദി എന്ന് പറയാം. വേറെ ചിലർക്ക് അവർ കേൾക്കുന്നത് ധ്യാനം കൂടിയിട്ട് എന്ത് കിട്ടി, അവിടത്തെ കിടന്നോളാൻ പാടില്ലായിരുന്നു, ഇന്നും കേട്ടോ അവിടെ കിടന്ന താമസിച്ചടപ്പായിരുന്നു, അവിടെ എന്നേ പോക്കും വരേണ്ട ആവശ്യമില്ല, അവിടെയും കിടന്നോളാം, ഇങ്ങനെയൊക്കെ പറയും കേട്ടോ. അപ്പോ തുടങ്ങിയ ഒരുപാട് മുറിപ്പെടുത്തുന്ന വാക്കുകൾ പല ധ്യാനമന്ദിരങ്ങളിൽ പോയി ഗവേഷണം നടത്തിയിട്ട് കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന പുസ്തകമായി. ധ്യാനമന്ദിരങ്ങളിൽ വന്നേച്ച് പോയവരുടെ അനുഭവങ്ങളെല്ലാം തപ്പിപ്പിടിച്ച് ഒരാൾ പുസ്തകം, ആ പുസ്തകത്തിൽ നിന്ന് ഇപ്പം ഞാൻ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക. പരിഹാസം, നിന്ദനം ഇവയൊക്കെ നമുക്ക് അനുവദിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മനോഭാവം എന്തായിരിക്കണം? ഏത് രീതിയിൽ പ്രതികരിക്കണം? നന്മ പ്രവർത്തിച്ചിട്ട് കഷ്ടപ്പെടുന്നത് അനുഭവിക്കുകയാണെന്ന് അതാണ് ദൈവീതമെങ്കിൽ അതാണ് തിന്മ പ്രവർത്തിച്ചിട്ട് കഷ്ടപ്പെടുന്നതിനേക്കാൾ നല്ലതെന്ന് മനസ്സിലാക്കും. 1 പത്രോസ് 3:17. നന്മ ചെയ്തിട്ട് നിന്ന കിട്ടുന്നതാണ് നല്ലത്, അതിന് പ്രത്യേക പ്രതിഫലമുണ്ട്. തിന്മ ചെയ്തിട്ട് ആരിൽ നിന്നിച്ചാൽ എന്നാ ഒരു പ്രയോജനമില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കോപിക്കുകയോ ഉരുളയ്ക്ക് ഉപ്പേരി എന്ന പോലെ വിധത്തിൽ ചുട്ട മറുപടി കൊടുക്കുകയോ ചെയ്യരുത്. അന്നേരം നമ്മുടെ മറുപടി കൊടുക്കാനുള്ള പ്രാഗൽഭ്യമൊക്കെ ഉണരും. അത് നിർത്തി പൊരിച്ചുകളെ നമ്മളവരെ, നമ്മുടെ ഭക്തിയല്ല അവിടെ അങ്ങ് മാറ്റി വെക്കും. അത് വരാൻ പാടില്ല. നമ്മുടെ ശാന്തതയും സാവധാനതയും ക്ഷമയൊക്കെ അവിടെയാണ് കാണിക്കേണ്ടത്. മനുഷ്യന്റെ കോപം ദൈവനീതിയുടെ പ്രവർത്തനത്തിന് പ്രേരണ നൽകുന്നില്ല. നമ്മൾ കോപിച്ചാൽ പിന്നെ ദൈവം, ഇപ്പൊ നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ കർത്താവെ നീ കേട്ടല്ലോ എന്നൊന്ന് പറഞ്ഞേച്ചാൽ മതി. പിന്നെ കർത്താവാണ് കൈകാര്യം ചെയ്യേണ്ടത്. കർത്താവിന് നല്ലവണ്ണം കൈകാര്യം ചെയ്യാൻ അറിയാം. നമ്മൾ കയറി കൈകാര്യം ചെയ്യുമ്പോൾ കർത്താവ് ഒന്നും മിണ്ടുകയില്ല. വല്ല ഒരു ഗുണമില്ല. നമ്മുടെ ഒരു കേസ് കൊണ്ട് വരികയെന്നേ ഉള്ളൂ. കർത്താവിനെ കൊണ്ട് വല്ലതും മിണ്ടിക്കുക നല്ലത് എന്നുള്ളതാണ്. മനുഷ്യന്റെ കോപം ദൈവനീതിയുടെ പ്രവർത്തനത്തിന് പ്രേരണ നൽകുന്നില്ല. കാണുന്നതിനും കേൾക്കുന്നതിനും എല്ലാം തക്ക മറുപടി പറയുന്നത് ഒരു ദൈവവൈദ്യന്റെ സ്വഭാവമല്ല. നാവിനെ നിയന്ത്രിക്കണം, അതൊരു പരീക്ഷയാണ്. താൻ ദൈവഭക്തനാണെന്ന് വിചാരിക്കുകയും തന്റെ നാവിനെ നിയന്ത്രിക്കാതെ ഹൃദയത്തെ വഞ്ചിക്കുകയും ചെയ്യുന്നവൻ ആ ഭക്തി വ്യർത്ഥ മാത്രമാണ്. യാക്കോബ് 1:26 പറയുന്നു. നിങ്ങളുടെ ഹൃദയം ദൈവത്തിൽ ഉറച്ചതാണെങ്കിൽ വാടിപ്പോകാതെ ഉറച്ചു നിന്ന് പ്രവർത്തിക്കും. ദാനിയേൽ 11:32 തങ്ങളുടെ ദൈവത്തെ അറിയുന്നവർ ഉറച്ചു നിന്ന് പ്രവർത്തിക്കും. നമുക്ക് എല്ലാവർക്കും ചേർന്ന് പറയാം, തങ്ങളുടെ ദൈവത്തെ അറിയുന്നവർ ഉറച്ചു നിന്ന് പ്രവർത്തിക്കും, വീര്യം പ്രവർത്തിക്കും. തളരരുത്. സൗമ്യവും സമാധാനപൂർണമായ പെരുമാറ്റം വഴി അവരെ യേശുക്രിസ്തുവിന്റെ കൃപയിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുകയാണ്. കർത്താവിന്റെ കുരിശിലെ പ്രതികരണങ്ങളാണ് ഒരു ശതാധിപനെ മനസ്സാന്തരപ്പെടുത്തുന്നത്, വലതുവശത്തെ കള്ളനെ. അപ്പോൾ നമുക്ക് പുതുതായി ചിലരെ നേടാൻ ചെയ്യുന്ന ഒരുക്കിയ അവസരങ്ങളാണ് നിന്നയുടെയും ദുഷിയുടെയും പഴിയുടെയും അവസരങ്ങൾ. അത് യേശു നേരിട്ടതുപോലെ നേടാമെങ്കിൽ നമുക്ക് അവരെ നേടി അവർ നമ്മളോട് ധ്യാനം ചെയ്ത് പിന്നെ വരാൻ ഇടയാകും. അവരെ കൊണ്ടുവന്നതിൻ്റെ പ്രതിഫലവും നമുക്ക് കിട്ടും. ലോകത്തേക്കുള്ള ആത്മാവിനെ നേടിയത്. ഇന്നത്തേക്ക് ഇത്രയും പോരെ, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, ഈ നല്ല ദിവസത്തിനാണ് നന്ദി പറയുന്നു. വരാൻ പോകുന്ന ഞായറാഴ്ചത്തെ വചനിപ്പ് പെരുന്നാളായി ഞങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. പരിശുദ്ധ കന്യമറിയാം വചനം തൻ്റെ ഹൃദയത്തിലെ പുണ്യപുഷ്പത്തിൽ പൂമ്പൊടിയായി സ്വീകരിച്ച് അതിനെ കായാക്കി ജീവവൃക്ഷത്തിൻ്റെ ഫലമായും വൃക്ഷമായും അതിനെ മാറ്റി അങ്ങനെ ഞങ്ങൾക്ക് ആ നല്ല മാതൃക ഞങ്ങൾ പിന്തുടരുവാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ പുണ്യപുഷ്പങ്ങൾ വിടർന്ന് വികസിച്ച് പുണ്യ പരാഗണത്തിനായി കാത്തിരിക്കുന്നു. ഞങ്ങൾക്ക് നല്ല ഒരു വചനിപ്പിൻ്റെ അനുഗ്രഹം ഉണ്ടായിട്ട് അത് ഞങ്ങൾക്ക് മാതാവിനെ പോലെ കർത്താവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിലും കഷ്ടാനുഭവത്തിൽ അനുഭവത്തിൽ പെന്തക്കോസ്തായുടെ അനുഭവത്തിൽ കർത്താവിൻ്റെ ശക്തി പ്രാപിച്ച സാക്ഷികളായി യേശുവിൻ്റെ മണവറയിൽ പറന്നെത്തുന്നവരായി കഴിയനെ പോലെ ശക്തി പ്രാപിക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ യാചിക്കുന്നത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്വീകരിക്കുവാനായിട്ട് തന്നെ.